أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. صدق الله العظيم. جمال الوجود بذكر الإله وتصفو الحياة بنور هدى. جمال الوجود بذكر الإله وتصفو الحياة بنور هدى. وتطلب نفس له طاعة ويبلغ سعد إلى منتهى. فؤاد شغوف إلى ربه أحب رضاه أحب لقاه. يظل يجيء إلى ربوة قرار ويسمو وذا مرتغى. فلا لهو يثنيه عن سيره ولا جمع مال تغى الشهوى. إذا ما ينادي منادي الفلاح تراه لذاك يحث خطاه. تراه لذاك يحث خطاه. جمال الوجود بذكر الإله وتصفو الحياة بنور هدى. جمال الوجود بذكر الإله وتصفو الحياة. وإلى حضرة رسول الله صلى الله عليه وسلم وسائر أهل الخير كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. آمين. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال حمدا يوافي نعمه ويكافئ مزيده
اللهم صل وسلم وبارك على رسولك وحبيبك سيدنا ومولانا محمد اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك അല്ലാഹുവേ റഹ്മാനായ നാഥ ഞങ്ങൾ ഈ മഹാനായ ഹബീബായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഒരുമിച്ച് കൂടിയതിനെ ഞങ്ങളിൽ നിന്ന് ഖബൂലാക്കണേ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ ഓതിയ സൂറത്തുകൾ, ഞങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ, ഞങ്ങളെ മക്കൾ അവതരിപ്പിച്ച പരിപാടികളെല്ലാം ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാ. ഹബീബായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. മഹാന്മാരായ സർവ്വ അംബിയാക്കളെ ഹളറാത്തിലേക്ക് എത്തിക്കണേ അല്ലാ. മഹാന്മാരായ ബദരീങ്ങൾ ഹളറാത്തിലേക്ക് എത്തിക്കണേ അല്ലാ. ബദരീങ്ങളടക്കം സർവ്വ ശുഹദാഇൻ്റെ ഹളറാത്തിലേക്ക് ഞങ്ങളെ സദസ്സെത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ഈ മഹത്തായ സംരംഭം നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ മഹത്തായ സ്ഥാപനം കച്ചേരിപ്പടി ഇല്ലിക്കൾച്ചർ മഹത്തായ ഈ ICC ഇസ്ലാമിക് കൾച്ചറൽ സെൻറ്ററിൻ്റെ കീഴിൽ നടത്തപ്പെടുന്ന ഈ മജ്ലിസ് കബൂലാക്കണേ അല്ലാഹുവേ. ഓൺലൈനിലൂടെയായി ഞങ്ങളെ സദസ്സ് ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഇതിനു വേണ്ടി അധ്വാനിച്ച കമ്മിറ്റി ഭാരവാഹികൾ, പ്രത്യേകിച്ച് ഞങ്ങളെ ഉസ്താദുമാർ, അല്ലാഹുവേ ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങളെ ചെറുപ്പക്കാർ, പ്രവർത്തകർ, ഞങ്ങളെ മക്കൾ, വിദ്യാർത്ഥിനികൾ, ഞങ്ങളെ രക്ഷിതാക്കൾ എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. ഞങ്ങൾ ഈ സ്ഥാപനത്തെ സ്നേഹിക്കുകയും സ്ഥാപനത്തോട് അതിയായ സ്നേഹം വെക്കുകയും ഇതിന് വേണ്ട എല്ലാ സഹായങ്ങളും നൽകുകയും ചെയ്ത ഞങ്ങളെ ബന്ധപ്പെട്ടവരെ നീ സഹായിക്കണേ അല്ലാ. ഞങ്ങൾ ഈ ഇവിടെ പഠിക്കുന്ന ഞങ്ങളെ മക്കളെ നീ നല്ല രൂപത്തിൽ ഉയർത്തി തരണേ അല്ലാ. ഞങ്ങൾക്ക് സഹായങ്ങൾ നൽകുന്ന, അതുപോലെ ഉസ്താദുമാർക്ക് ഭക്ഷണം നൽകുന്ന, അവരുടെ ശമ്പളത്തിലേക്ക് സംഭാവനകൾ നൽകുന്നവർ, അല്ലാ, ഇല്ലാഞ്ഞിട്ടും എടുത്ത് ഉണ്ടാക്കി നൽകിയവർ എത്രയോ ആളുകളുണ്ട് അല്ലാ. വാട്സപ്പിലൂടെയും അല്ലാതെയും കളക്ഷൻ നടത്തിയപ്പോൾ ധാരാളം സംഭാവനകൾ ചെയ്തവരുണ്ട് അല്ലാ. ഹബീബായ തങ്ങളെ ബറക്കത്തുകൊണ്ട് ഇനി എല്ലാം കബൂലാക്കണേ അല്ലാ. അവരെ സഹായങ്ങളൊക്കെ കബൂലാക്കണേ അല്ലാ. അവരെ സഹായിച്ചവരിൽ നാട്ടുകാരും പ്രവാസികളും ഉണ്ട് അല്ലാ. ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ബിസിനസ്സിൽ ഖൈർ നൽകണേ അല്ലാ. കൂടുതൽ ഉയർച്ചയിലേക്ക് എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ഈ സംരംഭം നാളെ ആഖിറത്തിലെത്തുമ്പോൾ സന്തോഷത്തോടെ റാഹത്തോടെ പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങൾ ഈ സ്ഥാപനത്തിന് വേണ്ടി എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചവരുണ്ടോ, പ്രായമുള്ളവർ, കമ്മിറ്റി ഭാരവാഹികൾ, ബന്ധപ്പെട്ടവർ, നിയമപരമായും അല്ലാതെയും എല്ലാ നിലക്കും സഹായിച്ചവർ, സാമ്പത്തികമായും മറ്റു എല്ലാ നിലക്കും സഹായിച്ചവരുണ്ട്. നീ നല്ല ഖൈറുകൾ പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളെ കമ്മിറ്റി ഭാരവാഹികളിലും ഞങ്ങളെ മദ്രസയുടെ അയൽപക്കത്ത് ഞങ്ങളെ മദ്രസയ്ക്ക് വേണ്ടി സഹായിച്ചിരുന്ന ഞങ്ങളെ കരീം ഹാജി ഖബറിലാണ് അല്ലാ. അവരെ ഖബർ വിശാലപ്പെടുത്തണേ അല്ലാ. കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ചിരുന്ന ഞങ്ങൾ നാസർക്ക് ഇപ്പോൾ അടുത്ത് മരണപ്പെട്ടു പോയി അല്ലാ. അവരെ ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാ. ശക്തമായ പ്രവർത്തനത്തിലേർപ്പെട്ടിരുന്ന, സ്വന്തം ശരീരം മറന്ന് പ്രവർത്തിച്ചിരുന്ന നാസർക്കയുടെ ശരീരം ഇന്ന് ഖബറിലാണ് അല്ലാ. അവരെ ഖബർ നീ വിശാലപ്പെടുത്തണേ അല്ലാ. അതുപോലെ ഞങ്ങളെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ ബദറിൻ്റെ സദസ്സിലൊക്കെ മുമ്പിൽ ഇടം പിടിച്ചിരുന്ന ഞങ്ങളെ കുഞ്ഞീത് കാക്ക മരണപ്പെട്ടു, ഖബറിലാണ്. ഖബർ വിശാലമാക്കണേ അല്ലാ. ഇതിൻ്റെ തുടക്കത്തിൽ ഇതിൻ്റെ സ്ഥലം നിർണ്ണയിക്കാൻ വേണ്ടി ആലോചനയിൽപ്പെട്ടിരുന്ന ഞങ്ങളെ മായിനാജ് ഞങ്ങളോടൊപ്പം ഇല്ല, ഖബറിലാണ്. ഖബർ വിശാലപ്പെടുത്തണേ അല്ലാ. ഞങ്ങൾക്ക് സഹായങ്ങൾ നൽകുകയും വേണ്ടുന്ന വാക്കുകൾ, പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ പറയുകയും ചെയ്ത ഞങ്ങൾ സിദ്ദീഖ് ഹാജി ചെമ്മാട് എമ്മൻ സിദ്ദീഖ് ഹാജി ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി അല്ലാ. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളിൽ നിന്ന് അകന്നുപോയി അല്ലാ. ഞങ്ങൾ സ്ഥാപനത്തിന് വേണ്ടി സഹായങ്ങൾ നൽകുകയും ഉന്മേഷങ്ങൾ നൽകുകയും ചെയ്ത ആ ഹാജിയുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. ആ ഹാജിയുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. പടച്ചോനെ, അവരുടെയും ഞങ്ങളുടെയും സർവ്വദോഷങ്ങൾ നീ പുറത്തു തരണേ അല്ലാ. ഞങ്ങളിപ്പോൾ
ഉള്ളത് ഈ കോവിഡിൻ്റെ പ്രതിസന്ധിയിലാണ്. ഞങ്ങളെ സംരംഭങ്ങളൊക്കെ ഓൺലൈനിലൂടെയാണ്. അല്ലാ ഞങ്ങൾക്ക് ഫത്ഹാക്കി തരണമല്ലാ, ഫത്ഹാക്കി തരണമല്ലാ. പടച്ചോനെ ഞങ്ങൾ ഈ ഒരു പ്രതിസന്ധി, കോവിഡിൻ്റെ പ്രതിസന്ധിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ കരകയറ്റം നൽകി മദ്രസകളും സ്കൂളുകളും സ്ഥാപനങ്ങളുമെല്ലാം വളരെ വിശാലമായ നിലക്ക് മുന്നോട്ട് നടത്താനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ധാരാളം രോഗികളുണ്ട്, രോഗം ശിഫയാക്കണേ അല്ലാ. ഞങ്ങളെ മീലാദ് സമ്മേളനത്തിന് സഹായിച്ചവരുണ്ട്, നീ സഹായിക്കണേ അല്ലാ. കോവിഡ് രോഗവും മറ്റു പകർച്ചപ്പനികളും പിടിച്ചുകൊണ്ടുള്ള ഞങ്ങളെ രക്ഷിതാക്കൾ അതുപോലെ ബന്ധപ്പെട്ടവർ നീ ശിഫയാക്കണേ അല്ലാ, നീ ശിഫയാക്കണേ അല്ലാ. ഞങ്ങളെ കമ്മിറ്റി ഭാരവാഹികളിൽ പ്രായമുള്ളവരുണ്ട്, നീ ആഫിയത്തുള്ള സിഹത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ചെറുപ്പക്കാർക്കും ആഫിയത്തുള്ള സിഹത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങളെ ഉസ്താദുമാർക്ക് ആഫിയത്തുള്ള സിഹത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഓൺലൈൻ സംരംഭങ്ങൾ ഇതുപോലെ ഒരുക്കിത്തരാൻ വേണ്ടി അധ്വാനിച്ച ഉസ്താദുമാർ നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. ദോഷങ്ങൾ പുറത്തു തരണേ അല്ലാ. നല്ല ഖൈറാത്തുകൾ മുഴുവനും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണേ അല്ലാ. സർവ്വ ളാലിമീങ്ങളെ ദുൽമിൽ നിന്ന് കാക്കണേ അല്ലാ. ഹസിദീങ്ങളെ ഹസദിൽ നിന്ന് കാക്കണേ അല്ലാ. നമ്മാമീങ്ങളെ നമീമത്തിൽ നിന്ന് കാക്കണേ അല്ലാ. സർവ്വ സാഹിരീങ്ങളെ സിഹിറിൽ നിന്ന് ഞങ്ങളെയും കുടുംബത്തെയും നീ കാക്കണേ അല്ലാ. മരണസമയം നന്നാക്കി തരണേ അല്ലാ. ഒരു ബുദ്ധിമുട്ടും പ്രയാസവും കൊഞ്ഞയും വിക്കുമില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് വ്യക്തമായി ചൊല്ലി മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ പെടുത്തി തരണേ അല്ലാ. സ്വാലിഹീങ്ങളിൽ പെടുത്തി തരണേ അല്ലാ. അല്ലാ ഞങ്ങളെ പെടുന്നനെയുള്ള മരണങ്ങൾ നൽകല്ല അല്ലാ. അപകട മരണങ്ങൾ നൽകല്ല അല്ലാ. നടുറോട്ടിൽ കിടന്ന് പിടഞ്ഞ് മരിക്കേണ്ട രംഗം നൽകല്ല അല്ലാ. ഖൈറായ നിലക്ക് കടങ്ങളൊക്കെ വീട്ടി സന്തോഷത്തോടെ മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഈമാൻ സലാമത്താക്കണേ അല്ലാ. ഞങ്ങൾക്ക് മുമ്പേ മരണപ്പെട്ടു പോയവർക്കും ഞങ്ങളെ ബദരീങ്ങളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ റബീഉൽ അവ്വൽ റസൂലുള്ളാഹിൻ്റെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഈ റബീഉൽ അവ്വലിലെ മാസത്തെയും ഈ റസൂലുള്ളാഹി ജനിച്ച ദിവസത്തെയും ആ സമയത്തെയും ഇഷ്ടപ്പെടാത്തവനും അതിൽ സന്തോഷിക്കാത്തവനും യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങളാവുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും അധികം നമ്മളെ ജീവിതത്തിൽ സന്തോഷിക്കേണ്ട സമയമാണ്. അള്ളാഹുവിൻ്റെ ഖളാ കൊണ്ട് ഈ പ്രാവശ്യം കൊറോണ എന്ന ഒരു മാറാവേദി അള്ളാഹുവിൻ്റെ പരീക്ഷണാർത്ഥം നമ്മളിൽ ഇറങ്ങിയതുകൊണ്ട് നമുക്ക് അതിൻ്റെ പൂർണ്ണമായ ഒരാഘോഷത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്ന വിഷമം എല്ലാവരിലുമുണ്ട്. പക്ഷേ ഖൽബിൽ സന്തോഷത്തിന് ഒരു കുറവും നമ്മളിൽ വരാൻ പാടില്ല, വരികയുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മദ്രസ ഇവിടെ തുടങ്ങിയത് ഒരു നിമിത്തമാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു കാട് പിടിച്ച് കിടന്നിരുന്ന സ്ഥലമായിരുന്നു. അങ്ങനെ ഒരു 6-7 വർഷം മുമ്പ് ഇവിടുത്തെ ചില ചെറുപ്പക്കാർ ചേർന്ന് ഇവിടെ നടത്തിയിരുന്ന ഒരു കാര്യം, ആദ്യം ഇവിടെ ആരംഭിച്ച കാര്യം റബീഉൽ അവ്വൽ റസൂലുള്ളാഹിൻ്റെ മദ്ഹ് പറയുക എന്നൊരു ഒരു കാര്യമായിരുന്നു. എല്ലാ വർഷവും ഇവിടെ ഒരു മദ്ഹ് ആരംഭിക്കും. ആ മദ്ഹ് കർമ്മത്തിൽ നിന്നും ആ മൗലൂദിൽ നിന്നുമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ സെറ്റപ്പും ഈ രീതിയിൽ ഇതെത്തിച്ചേർന്നത്. അതങ്ങനെ തുടർന്നു കൊണ്ടുപോകുന്ന സമയത്ത് ബഹുമാനപ്പെട്ട നമ്മളെ സയ്യിദ് അവരുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റിയുടെ കീഴിൽ ഒരു ബദർ മൗലൂദ് മാസാന്തം ഇവിടെ സ്ഥാപിക്കുകയും ആ ബദർ മൗലൂദ് നടത്തുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മളെ മരിച്ചുപോയ കരീം ഹാജി അവരുടെ സ്ഥലത്ത് അദ്ദേഹം ഒരു ഷെഡ് നിർമ്മിക്കുന്നതിന് അനുവാദം നൽകുകയും അതനുസരിച്ച് നിർമ്മിച്ച ഷെഡിലാണ് നമ്മൾ ഈ പരിപാടി ആരംഭിച്ചത്. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ആ സമയത്ത് ഇതിനൊരു ഏകീകൃത രൂപം വേണം എന്ന കാരണത്താലാണ് നമ്മളിവിടെ ആദ്യമായി തുടങ്ങാൻ ഉദ്ദേശിച്ചത്. ഒരു പള്ളിയായിരുന്നു, നിസ്കാരപ്പള്ളി. പക്ഷേ അതിനു വേണ്ടിയുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ച സമയത്ത് ചില സാങ്കേതിക കാരണങ്ങളാൽ നമുക്കതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു.
അങ്ങനെ ആ വന്ന സാഹചര്യത്തിലാണ് അതിനു വേണ്ടി നമ്മൾ കുറച്ച് കടമായിട്ടും അതിയായിട്ടും കുറച്ച് കാര്യങ്ങൾ കാശ് നമ്മൾ കയ്യിൽ വന്നതിൻ്റെ ശേഷമാണ് നമുക്കത് മുടങ്ങിപ്പോയത്. അപ്പോൾ അത് എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ചപ്പോൾ നമ്മളെ ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ വഖഫ് ബോർഡ് മെമ്പർ കൂടിയായ നമ്മുടെ റഹീം സാഹിബിനെ സന്ദർശിച്ചതിൻ്റെ നിയമവശങ്ങളെ പറ്റി അന്വേഷിക്കുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമാണ് നിങ്ങൾ പള്ളി തുടങ്ങുന്നതിന് മുമ്പ് ഒരു മദ്രസ തുടങ്ങുക. മദ്രസയിലെ കുട്ടികൾ നിസ്കാരം പഠിക്കട്ടെ, എന്നിട്ട് നമുക്ക് പള്ളി തുടങ്ങാം എന്ന അദ്ദേഹത്തിൻ്റെ ഒരു യാദൃശ്യമായ ഒരു നിർദ്ദേശത്തിൽ നിന്നാണ് മദ്രസിൻ്റെ ചിന്തയിലേക്ക് വന്നതും. അങ്ങനെ ഞങ്ങളൊരു മദ്രസിന് വേണ്ടി ഈ ഷെഡിൽ തന്നെ ഒരു മദ്രസ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ അതിനുവേണ്ടി മദ്രസ നിർമ്മിക്കുന്നതിന് വേണ്ടി മറ്റൊരു സ്ഥലത്തെപ്പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട കരീം ഹാജി നമുക്ക് ഈ സ്ഥലം വില നിശ്ചയിച്ച് തരികയും അതിൽ നമ്മളൊരു ഷെഡ് നിർമ്മിച്ചുകൊണ്ട് അതിൽ തുടങ്ങുകയും പിന്നെ നമ്മുടെ നേതാവ് അദ്ദേഹത്തിൻ്റെ സ്വല്ലാഹു നിർദ്ദേശം നൽകട്ടെ AP ഉസ്താദ് അവർകൾ പലപ്പോഴും പറയുന്നത് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതൊരു കാര്യത്തിനിറങ്ങുമ്പോഴും അതിന് ശക്തമായ പ്രതിരോധം ഉണ്ടാകുമ്പോഴാണ് ആ കാര്യം വിജയിക്കുക എന്ന്. അതുപോലെ തന്നെ നമ്മുടെ ഈ മദ്രസിനും അത് അനർത്ഥമായ രൂപത്തിൽ തന്നെ ഈ മദ്രസിന് ശക്തമായ എതിർപ്പ് വന്നു. ആ വന്ന സമയത്താണ് ഇതിൻ്റെ എത്രയോ നമ്മളെ മദ്രസ തുടങ്ങുന്നതിൻ്റെ എത്രയോ മുമ്പ് തുടങ്ങിയ പല സ്ഥാപനങ്ങളും ഇന്നും ഒരു രജിസ്ട്രേഷനോ ഒരു വഖഫ് ബോർഡിലോ മറ്റുള്ള ഒന്നും രജിസ്റ്റർ ചെയ്യാത്ത സ്ഥാപനം. നമ്മുടെ സ്ഥാപനം സൊസൈറ്റി രജിസ്ട്രേഷൻ, വഖഫ് രജിസ്ട്രേഷൻ, മറ്റുള്ള എല്ലാ കാര്യങ്ങളിലേക്കും നമ്മുടെ എല്ലാ നിയമപരമായ വിദ്യാഭ്യാസ ബോർഡ് രജിസ്ട്രേഷൻ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയ ഒരു സാഹചര്യത്തിലെത്തി. അപ്പോൾ എന്തുകൊണ്ടാണ് എതിർപ്പ് വന്നത്? ബിൽഡിംഗ് ശരിയല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ബിൽഡിംഗ് ഉണ്ടാക്കണമെന്ന് നിർബന്ധമായി. അള്ളാഹു ഒരു മനുഷ്യൻ്റെ കൽബിൽ അപ്പോൾ ഒരു ആഗ്രഹം ഇട്ടുകൊടുത്തു. അയാൾ ശക്തമായൊരു സംഖ്യ 3 ലക്ഷത്തോളം ഉറുപ്യ ഈ സ്ഥാപനത്തിന് വേണ്ടി ഞാൻ തരാമെന്ന് ഏറ്റതോടു കൂടി ആണ് ഈ ബിൽഡിങ്ങിൻ്റെ സ്ഥാപനത്തിൻ്റെ പണി തുടങ്ങുന്നത്. അതിൽ നിന്ന് പലരും സഹായിച്ചുകൊണ്ട് പലരുടെയും ദീനിയോടുള്ള സ്നേഹം കൊണ്ട് തന്ന സംരംഭം ഇന്നില്. ഒരു വർഷം മുമ്പ് ഏകദേശം കഴിഞ്ഞ നവംബർ മാസം, അതായത് ഒരു വർഷമായി, കഴിഞ്ഞ നവംബർ മാസത്തോടു കൂടി നമ്മൾ കടത്തിൽ നീങ്ങിയിരുന്ന നമ്മളെ കടങ്ങളെല്ലാം വീട്ടി അൽഹംദുലില്ലാഹ് നമ്മളിപ്പോൾ റാഹത്തിലാണ് പോകുന്നത്. പക്ഷേ അതിനുശേഷം വന്ന സ്ഥാപന പരിപാലനത്തിന് ബദർ മൗലൂദിലൂടെയും മറ്റും ലഭിച്ചിരുന്ന സാമ്പത്തിക ശേഖരണം കുറഞ്ഞു വന്നുകയും എന്നാൽ കഴിഞ്ഞ റമദാനിൽ നമ്മളെ സയ്യിദ് അവർകൾ നടത്തിയ വാട്സപ്പിലൂടെ നടത്തിയ നല്ലൊരു പിരിവിൽ ഒരു സംഖ്യ ബാലൻസ് അതുകൊണ്ട് ഇതുവരെ പിന്നെ ഈ മദ്രസയുടെ കമ്മിറ്റിയുടെ കീഴിൽ നടത്തപ്പെടുന്ന ഒരു ആ കുറിയുടെയും ഒരു സാമ്പത്തിക വരുമാനം കൊണ്ട് അൽഹംദുലില്ലാഹ് കടങ്ങളും ബാധ്യതകളും ഇല്ലാതെ സ്ഥാപനം നടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സാധാരണ രക്ഷാകർത്താക്കളും മറ്റ് നമ്മുടെ ഈ വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷാകർത്താക്കളും മറ്റ് സഹപ്രവർത്തകരും ദീനീ സ്നേഹികളും നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് മേലിലും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്ഥാപനം യാതൊരു ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറയും. ഈ സ്ഥാപനത്തെപ്പറ്റി പറയുമ്പോൾ നമുക്ക് മറക്കാൻ കഴിയാത്ത കുറേ വ്യക്തികളുണ്ട്. നമ്മളിൽ നിന്ന് പോയ ബഹുമാനപ്പെട്ട ഹരീക്കം കുഞ്ഞീദുവാക്ക, അതേമാതിരി മാഹിനാജി. ആ മാഹിനാജി എന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ഈ മൗലീദ് ഇവിടെ റബീഉൽ അവ്വൽ മൗലീദ് സംഘം രൂപീകരിക്കാനുള്ള കാരണക്കാരൻ അദ്ദേഹമാണ്. അദ്ദേഹവും കരീമാജിയും ഇടപെട്ടുകൊണ്ട് മറ്റുള്ളവരും ചേർന്നുകൊണ്ടാണ്. അന്ന് ഞാൻ യഥാർത്ഥത്തിൽ ഈ ഇതിൽ ഇല്ല. പിന്നീട് ഇതിൽ വന്നു ചേർന്നപ്പോഴാണ് ഒരു കമ്മിറ്റി രൂപീകരിച്ചതും ഈ എളിയ പ്രവർത്തനത്തിൻ്റെ ഇതിൽ ചേർന്നതും. അങ്ങനെ ഇന്ന് ഈ അവസ്ഥയിലെത്തിയത്. അപ്പോൾ അവരെയൊന്നും നമുക്ക് പ്രത്യേകം മറക്കാൻ കഴിയുകയില്ല. ബഹുമാനപ്പെട്ട നമ്മുടെ പിന്നെ മായിൻ ഹാജി, അതുപോലെ കുഞ്ഞാലി ഹാജി, പിന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മളിൽ നിന്ന് വേർപാട് നമുക്ക് മനസ്സാക്കാൻ കഴിയാത്ത കരീം ഹാജി, നമ്മുടെ ഏറ്റവും എല്ലാ പ്രവർത്തനത്തിനും മുൻകൂറ്റം നിന്നിരുന്ന നാസർ എന്നിവരെല്ലാം നമ്മളിൽ നിന്ന് പോയി. അവരെല്ലാം നമ്മൾ ഈ സമയത്തിൽ ഓർമ്മിപ്പിക്കും. അവർക്ക് വേണ്ടി അവരുടെ ഖബറുകൾ അള്ളാഹു സ്വർഗ്ഗത്തൊപ്പാക്കട്ടെ. അവർക്കെല്ലാം ഇതും അള്ളാഹു എത്തിയട്ടെ. നാളെ അവർക്കും നമുക്കും ഒരുമിച്ച് ഹബീബിൻ്റെ ഹളറത്തിൽ ഈ മാസത്തിൻ്റെ ബഹുമാനം കൊണ്ട് നമുക്ക് അദ്ദേഹത്തിന് ഹബീബിൻ്റെ ഹളറത്തിൽ ചെന്നെത്താനും ആ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ആശയോടുകൂടെ ഞാൻ ബഹുമാനപ്പെട്ട എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ നമ്മുടെ വിദ്യാർത്ഥികളുടെ വളരെ കഴിവുറ്റ പരിപാടികൾ നമുക്ക് സ്റ്റേജിൽ വെച്ച് സാധാരണഗതിയിൽ നമ്മൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരുന്ന പരിപാടികളാണ്. അള്ളാഹുവിൻ്റെ ഈ പരീക്ഷണമാർത്ഥമുള്ള ഈ രോഗത്തിൻ്റെ കാരണത്താൽ അത്തരം നിയമങ്ങളെ, പ്രോട്ടോക്കോളുകൾ, ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളും മറ്റും പാലിച്ചുകൊണ്ട് അത്തരം പരിപാടികൾ നമുക്ക് നടത്തുവാൻ നിർവാഹമില്ല. ആ ഒരു കാരണം കൊണ്ട് ഇത്തരം
കുട്ടികളെ വിളിച്ചു വരുത്തി വന്നുകൊണ്ട് ഇവിടെ വെച്ച് നടത്തുന്ന പരിപാടികളാണ്. അതുകൊണ്ട് അതിലേക്ക് പിന്നെ നിങ്ങൾ ആ പരിപാടിയിലേക്കാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഈ സെക്ഷൻ പരിപാടിയിൽ നമ്മളെ ദുആ ചെയ്യുന്ന നമ്മുടെ ഈ കമ്മിറ്റിയുടെ പ്രസിഡൻറ്റും നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ ആത്മീയ നേതൃത്വവുമായ ബഹുമാനപ്പെട്ട സയ്യിദ് ജമലലി തങ്ങളാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ദുആകർമ്മം ഉണ്ടായിരിക്കുന്നതാണിപ്പോൾ. അതിലേക്ക് ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിനെ നല്ല നിലക്ക് കൊണ്ടുപോകുന്നതിന് കരുത്തുറ്റ ഒരു സദറാധ്യാപകൻ ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തെ നമുക്ക് ഇപ്പോൾ നമ്മൾക്ക് പുതിയ ഒരു വർഷമാകുന്നുള്ളൂ, പുതിയതായിട്ട് വന്നതാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ കഴിവുകൾ വളരെയധികം പ്രകടമാകുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ സന്ദേശത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റ് നമ്മുടെ അധ്യാപകർ ബഹുമാനപ്പെട്ട മജീദ് സഖാഫി, അദ്ദേഹത്തെ ഞാൻ എങ്ങനെയാണ് പറയേണ്ടത് എനിക്കറിയില്ല. കാരണം ഇവിടുത്തെ എല്ലാമാണ് അദ്ദേഹം. സ്ഥാപനം നടത്തുന്നതിന് വേണ്ടി ഈ കൊറോണ കാലത്ത് പോലും ആ കുറിവിൻ്റെ പിരിവ് ഈ 10-40 ആളുകളുടെ അടുത്ത് പോയി ആ പൈസ ദിവസം കളക്ട് ചെയ്യുക. അത് മൂപ്പരെന്നോട് പറയൽ, ഇത് നമ്മൾ നല്ലൊരു സ്ഥാപനത്തിൻ്റെ കാര്യമായതുകൊണ്ട്, നല്ലൊരു കാര്യത്തിനായതുകൊണ്ട് നമുക്കൊരിക്കലും കൊറോണ വരില്ല എന്ന് പറയാറുണ്ട്. അത് ശരിയാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിൻ്റെ കാവൽ കൊണ്ട് തന്നെ അത് ഭംഗിയായി നടത്തുന്നു. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മറ്റേ ജുനൈദ് സക്കാഫി ചെറുപ്പക്കാരനാണ്. വിദ്യാർത്ഥികൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട അധ്യാപകനാണ്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നമുക്ക് തയ്യിബ് റഹ്മാനി പുതുതായി വന്ന അദ്ദേഹത്തെയും ഞാൻ ഇതിൽ അധ്യാപകനാണ്. അദ്ദേഹത്തെ അങ്ങനെ 4 അധ്യാപകർ ഇന്ന് നമ്മളെ മദ്രസയിലുണ്ട്. അവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. മറ്റ് എല്ലാ രക്ഷാകർത്താക്കളെയും ഈ സ്ഥാപനത്തോട് സ്നേഹിക്കുന്ന അനുഭാവമുള്ള എല്ലാ മുഅ്മിനീങ്ങളെയും ഞാനിതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടും മേലിലും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ടും ഈ വിദ്യാർത്ഥികൾ, നമ്മളെ വിദ്യാർത്ഥിനികൾക്ക് അവരെയും സ്വാഗതം ചെയ്തുകൊണ്ടും അവർക്ക് എല്ലാ നല്ല നിലക്കുള്ള വിദ്യാർത്ഥികളെ, നാളെ രക്ഷാകർത്താക്കളെ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ഒരു സംഘം നല്ല ചെറുപ്പക്കാരെ ഇവിടുന്ന് വാർത്തെടുക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടും നമ്മളെ എല്ലാവരെയും അള്ളാഹു മരണസമയം നന്നാക്കി തരട്ടെ, ആഖിബത്ത് നന്നാക്കി മരിക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, അതിനനുഗ്രഹിക്കണം. അതിനുവേണ്ടി നിങ്ങളെല്ലാം ദുആ ചെയ്യണം എന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ സയ്യിദ് അവറുകൾ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, ഉസ്താദുമാർ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥിനികൾ, മദ്രസ പ്രസ്ഥാനത്തിൻ്റെയും സംഘകുടുംബത്തിൻ്റെയും ഭാരവാഹികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ സുഖലോക സ്വർഗത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ വർഷവും നാം മദ്രസയിൽ അതിവിപുലമായി സംഘടിപ്പിക്കുന്ന മീലാദ് പ്രോഗ്രാം അള്ളാഹുവിൻ്റെ ഖലാ പ്രകാരം COVID-19 എന്ന മാരക വിപത്ത് ലോകം മുഴുവനും ഇന്ന് പടർന്നു പന്തലിച്ച സാഹചര്യത്തിൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിക വചനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസന എന്ന ഖുർആനിക വചനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികളുടെ മീലാദ് പ്രോഗ്രാം നാം ഇവിടെ സംഘടിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഓൺലൈൻ വഴിയാണെങ്കിലും ഇതിനു വേണ്ടി തൗഫീക്ക് നൽകിയ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. എന്തായിരുന്നാലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ മാസത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാനോളം പുകഴ്ത്തുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഈ റബീഉൽ അവ്വൽ മാസത്തിൽ എത്ര പറഞ്ഞാലും എത്ര എഴുതിയാലും തീരാത്ത അത്രയും മദ്ഹിൻ്റെ ഉറവിടമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഈ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷവും നാളിതുവരെ ഒരുപാട് നേതാക്കന്മാർ, ഒരുപാട് രാജാക്കന്മാർ, വലിയ അനുയായി സമ്പത്തുള്ള ഒരുപാട് ആളുകൾ ഇവിടെ ജീവിച്ച് മരണപ്പെട്ടു പോയിട്ടുണ്ട്. വലിയ വലിയ ചക്രവർത്തിമാരൊക്കെ നമുക്ക് മുന്നിൽ ചരിത്ര താളുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉല്ലേഖനം ചെയ്യപ്പെട്ടതുപോലെ ഒരു രാജാവിനെയോ ഒരു ചക്രവർത്തിയെയോ ഒരു നേതാവിനെയോ ഇവിടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല എന്നത് വലിയൊരു യാഥാർത്ഥ്യമാണ്. പ്രശസ്ത ചിന്തകൻ ഹെഡ്വേർഡ് ഗിബൺ ലോകത്തോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. വാട്ട് വാസ് ദ വണ്ടർഫുൾ ദ വെപ്പൺ ഓഫ് മുഹമ്മദ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിലുള്ള അത്ഭുതകരമായിട്ടുള്ള ആയുധമെന്താണെന്ന് അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. കാരണം ഇരുണ്ട യുഗമെന്ന് ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയ ആ 6-ാം നൂറ്റാണ്ടിലേക്ക് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ആ യുഗത്തിൽ ജീവിച്ച് അവർക്കൊരു സന്മാർഗത്തിൻ്റെ പാത വെട്ടിത്തെളിയിച്ചു കൊടുക്കുമ്പോൾ ഒന്നും ഇല്ലാത്തിടത്ത് നിന്ന് നിമിത്തങ്ങൾ വഫാത്താകുന്ന സമയത്ത് ലക്ഷക്കണക്കിന് അനുയായികളെ, അതും നല്ല സൽസ്വഭാവികളായ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചതുപോലെ അസ്ഹാബി കന്നുജൂം, എൻ്റെ സ്വഹാബാക്കൾ നക്ഷത്രതുല്യരാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ അരുളിയ അത്രയും സത്യസന്ധന്മാരായ വലിയ വിശ്വസ്തരായ സ്വഹാബാ കിറാമിനെ, ഒരു വലിയൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അവിടുത്തെ ജീവിതം അനുകരിച്ചു കൊണ്ട് മാത്രമായിരുന്നു അവരുടെയൊക്കെ ആ രംഗപ്രവേശനവും. അതുകൊണ്ട് തന്നെ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഇവിടെ ഉല്ലേഖനം ചെയ്യപ്പെട്ട ചിത്രത്താളുകളിൽ ചരിത്രത്താളുകളിൽ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൂർണ്ണമായി എഴുതി തീർക്കാൻ സാധിച്ചിട്ടില്ല എന്നത് വലിയൊരു യാഥാർത്ഥ്യമാണ്. മഹാനായ ഇമാമുൽ ബൂസൂരി റളിയല്ലാഹു അൻഹു അവിടുന്ന് വലിയൊരു രോഗം പിടിപ്പെടുകയാണ്. ചരിത്രങ്ങളിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല. വലിയ രോഗം പിടിപ്പെട്ട ഇമാമുൽ ബൂസൂരി റളിയല്ലാഹു അൻഹു അവിടുന്ന് രോഗം, ആ കാലഘട്ടത്തിലുള്ള വൈദ്യന്മാർ മുഴുവനും ആ രോഗം ശിഫയില്ല, ഇനി നിങ്ങൾക്ക് രക്ഷയില്ല എന്ന് എഴുതി തള്ളിയപ്പോൾ മഹാനായ ഇമാമുൽ ബൂസൂരി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പറയുകയാണ്, നബിയെ, ഞാൻ അങ്ങയുടെ ഒരു മദ്ഹ് എഴുതാൻ പോവുകയാണ്. ആ മദ്ഹ് എഴുതി തീരുമ്പോഴേക്കും എൻ്റെ ഈ രോഗം പൂർണ്ണമായി ശിഫയാകാൻ വേണ്ടി അങ്ങ് ശഫാഅത്ത് ചെയ്യണമെന്ന് പറഞ്ഞ് അവിടുന്ന് ആ മദ്ഹ് എഴുതുകയാണ്. ബുർഉദ്ദ എന്ന് തുടങ്ങുന്ന, ബുർഉദ്ദ എന്ന പേരുള്ള ആ മദ്ഹ് അങ്ങ് എഴുതി ഇടയിൽ വെച്ച് വരി എഴുതാൻ കഴിയാതെ വലിയ വിഷമത്തോടു കൂടെ കിടന്നുറങ്ങുകയും, ചരിത്രങ്ങൾ പരിധി പറയുന്നില്ല, വിഷമത്തോടു കൂടെ കിടന്നുറങ്ങുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിലേക്ക് വന്നുകൊണ്ട് ബാക്കി വരികൾ പാടിക്കൊടുക്കുകയും വലിയ സന്തോഷത്തോടെ വേഗം ഇരുന്ന് അതങ്ങ് കോർത്തിണക്കുകയും ചെയ്തു. ആ സന്തോഷത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരുള്ള ബുർഉദ്ദ എന്ന ആ പ്രവാചക പ്രകീർത്തനക്കാരും രചിച്ച സന്തോഷത്താൽ അതാ ഇമാമുൽ ബൂസൂരി റളിയല്ലാഹു അൻഹു തൻ്റെ ശിക്ഷഗണങ്ങളെയും കൂട്ടിക്കൊണ്ട് കടലിൻ്റെ അരികിലേക്ക് കടന്നു വരികയാണ് സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടി. ആ സമയത്താണ് ഇമാമുൽ ബൂസൂരി തങ്ങൾ കാണുന്നത് ഒരു കൊക്ക് അതിൻ്റെ ചുണ്ടുകൊണ്ട് കൊത്തി കടലിൽ നിന്നുള്ള വെള്ളം കൊത്തി എടുത്തുകൊണ്ട് അടുത്തുള്ള കിണറ്റിലേക്ക് കൊണ്ടുവന്ന് ഉറ്റിക്കുകയാണ്.
ആ സമയത്ത് ഇമാമുൽ ബൂസൂരി റളിയല്ലാഹു അൻഹു ശിഷ്യന്മാരോട് പറയുന്നു, ആ കൊക്കിനിക്ക് ബുദ്ധിയില്ലല്ലോ, അതുകൊണ്ടല്ല ഇങ്ങനെ ചെയ്യുന്നത്. അതിന് ബുദ്ധി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കടലിലെ വെള്ളം കിണറ്റിലേക്ക് കൊണ്ടുവന്ന് ഉറ്റിക്കുകയില്ലല്ലോ എന്ന് പറയുമ്പോൾ അതാ ആ കൊക്ക് തിരിഞ്ഞുകൊണ്ട് ഇമാമുൽ ബൂസൂരി തങ്ങളോട് പറയുന്നു, ഇമാമുൽ ബൂസൂരി തങ്ങളെ, എനിക്കല്ല ബുദ്ധിയില്ലാത്തത്, അങ്ങേക്കാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ള ഏറ്റവും വലിയ ബഹർ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ ബഹറിൽ നിന്ന് ഒരു അല്പം മദ്ഹ് എഴുതിയപ്പോഴേക്കും നിങ്ങൾ ഇത്രത്തോളം സന്തോഷിക്കുന്നുണ്ടെങ്കിൽ എനിക്കല്ല അങ്ങേക്ക് തന്നെയാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയില്ലാത്തതെന്ന് ആ കൊക്കിൻ്റെ മറുപടി ഇമാമുൽ ബൂസൂരി തങ്ങളെ ചിന്തിപ്പിക്കുകയാണ്. ബൂസൂരി തങ്ങൾ തൻ്റെ ശിക്ഷകണങ്ങളോട് പറയുന്നു, മാ മദഹത്ത് മുഹമ്മദ, ഞാൻ മുഹമ്മദ് നബി തങ്ങളുടെ മദ്ഹിനെ പാടിയിട്ടില്ല, പറഞ്ഞിട്ടില്ല, എഴുതിയിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ബറക്കത്തിന് വേണ്ടി എന്തൊക്കെയോ 4 അക്ഷരം ഞാൻ കൊത്തിവെക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളതെന്ന് ഇമാമുൽ ബൂസൂരി തങ്ങൾ തൻ്റെ ശിക്ഷകണങ്ങളോട് പഠിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ആ അത്രയും വലിയ കവിത നബി തങ്ങളെ പ്രവാചക പ്രകീർത്തന കാവ്യം രചിച്ച അത്രയും വലിയ പ്രകീർത്തന കാവ്യം പോലും നബി തങ്ങളുടെ മദ്ഹ് പൂർണ്ണമായി എഴുതി കോർത്തിണാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരിക്കലും തീരുന്നതല്ല നബി തങ്ങളുടെ ആ കാരുണ്യത്തെക്കുറിച്ചും നബി തങ്ങളുടെ റഹ്മത്തിനെക്കുറിച്ചും നബി തങ്ങളുടെ ആ സവിശേഷതകളും ജീവിത വർണ്ണനങ്ങളൊന്നും ഒരിക്കലും നമുക്ക് എഴുതി തീർക്കാനോ പറഞ്ഞു തീർക്കാനോ സാധിക്കുകയില്ല എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. എന്തായിരുന്നാലും കൂടുതൽ നീട്ടിക്കൊണ്ടു പോവുകയില്ല. ഇത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിനെ പാടി പറയുവാൻ വേണ്ടി, മദ്ഹിനെ കോർത്തിണക്കുവാൻ വേണ്ടിയാണ് നാം ഈ സംഘം ഇവിടെ സംഗമിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ച് കൂടിയ നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാവട്ടെ. നമ്മുടെ വിദ്യാർത്ഥികളുടെ ഇമ്പമാർന്ന കലാപരിപാടികൾ ഇവിടെ തുടങ്ങാനിരിക്കുകയാണ്. ഈ സമയത്ത് ഞാൻ എൻ്റെ കർത്തവ്യം മാത്രം നിർവഹിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഈ സംഗമത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ ഫതഹ്നാ ലക ഫത്ഹം മുബീന എന്ന തിരുവാക്യത്താൽ ഈ സംഗമം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികളുടെ ഇമ്പമാർന്ന കലാപരിപാടികൾ ഓൺലൈനിലൂടെയാണെങ്കിലും ഇത് നമ്മുടെ ഉദ്ഘാടന സെഷന് ശേഷം ഇവിടെ അവതരിപ്പിക്കുകയാണ്. എല്ലാ രക്ഷിതാക്കളും, എല്ലാ പ്രവർത്തകരും, എല്ലാ സുഹൃത്തുക്കളും അത് മുഴുവനും വീക്ഷിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തങ്ങളുടെ മദ്ഹ് പറയാനും പാടാനുമല്ല എല്ലാ പ്രചോദനവും നൽകിക്കൊണ്ട് അവർക്കുള്ള എല്ലാ ആശംസകളും അറിയിക്കണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, സഹോദരി സഹോദരന്മാർ, സ്ഥാപനത്തിൻ്റെ മുഹിബ്ബീങ്ങൾ, അൽഹംദുലില്ലാഹ് വിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലുള്ളതുപോലെ വളരെ ഗംഭീരമായി പ്രൗഢമായി ആഘോഷിക്കുവാനും സന്തോഷിക്കുവാനും പറ്റാത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ ഈ ഒരു സമയം. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ എല്ലാ സ്ഥലങ്ങളിലും സ്ഥാപനങ്ങളിൽ നടത്തുന്ന പരിപാടികൾ മുഴുവനും ഓൺലൈനിലായതുപോലെ നമ്മുടെ പരിപാടികളും ഇന്ന് റബീഉൽ അവ്വൽ 22, 23 ദിവസങ്ങളിലായി നമ്മുടെ പരിപാടികൾ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പരിപാടിയിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ സ്ഥാപനത്തിന് ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വളരെ പ്രൗഢമായ രൂപത്തിൽ നബിദിന സമ്മേളനങ്ങൾ മഹാസമ്മേളനങ്ങളായി നടത്തപ്പെട്ട ഒരു പരിചയമാണുള്ളത്.
അള്ളാഹുവിൻ്റെ ഖളാ ആണ്. എല്ലായിടങ്ങളിലും എല്ലാ പ്രവർത്തനങ്ങൾക്കും വിലക്ക് ഏർപ്പെടുത്തപ്പെട്ട ഈ സമയത്ത് ഈ ഒരു കോവിഡ് പ്രതിസന്ധി അള്ളാഹു തആല നമ്മുടെ നാട്ടിൽ നിന്ന്, രാജ്യത്ത് നിന്ന്, ലോകത്തിൽ നിന്ന് എടുത്തു മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. കൊറോണയുടെ ഈ പ്രതിസന്ധി അള്ളാഹു തആല നമ്മിൽ നിന്ന് ദൂരപ്പെടുത്തി ഉള്ള രോഗികൾക്ക് മുഴുവനും രോഗം ശിഫയാക്കി തരുകയും നമ്മുടെ കുടുംബത്തിലൊന്നും അള്ളാഹു രോഗങ്ങൾ നൽകാതെ ബദരീങ്ങളുടെ കാവൽ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, കച്ചേരിപ്പടി ഇല്ലിക്കൽച്ചിറ ഖുത്ബുസ്സമാൻ സുന്നി മദ്രസ ഇസ്ലാമിക് കൾച്ചറൽ സെൻറ്റർ എന്ന ഈ മഹത്തായ സ്ഥാപനം ഓരോ വർഷവും ഉയരങ്ങളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്ഥാപനം വളരെ ഉഷാറായ രൂപത്തിൽ കുതിച്ചുയരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ മക്കളും നമ്മുടെ ഉസ്താദുമാരും കമ്മിറ്റി ഭാരവാഹികളും എല്ലാവരും വളരെ ആവേശത്തോടെ കൂടെ ഇതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഈ സമയം വരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ഇനിയും കൂടുതൽ ആരോഗ്യത്തോടുകൂടെ, റാഹത്തോടുകൂടെ, ആഫിയത്തോടുകൂടെ പ്രവർത്തിക്കാൻ, സ്ഥാപനത്തിന് വേണ്ടി അധ്വാനിക്കാൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇതിൻ്റെ തുടക്കം മുതൽ ഈ സമയം വരെ ധാരാളം പ്രതിസന്ധികളും പ്രയാസങ്ങളും നിയമക്കുരുക്കുകളും എല്ലാം അതിജയിച്ചുകൊണ്ടാണ് നമ്മുടെ സ്ഥാപനം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അൽഹംദുലില്ലാ, നമ്മുടെ സ്ഥാപനത്തിൽ മഹാന്മാരായ ബദരീങ്ങളുടെ മഹത്വം വിളിച്ചോതുന്ന രൂപത്തിൽ മാസം തോറും ബദർ മൗലിദ് സംഘടിപ്പിക്കപ്പെടുന്നു. അൽഹംദുലില്ലാ, ഈ ഒരു കോവിഡിൻ്റെ പ്രതിസന്ധിയിൽ ജനങ്ങളൊക്കെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ മജ്ലിസുകളിലേക്ക് ഓരോ നേർച്ചകൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ നേർച്ചകളുടെ ഫലങ്ങൾ കാരണം അവർ നേർച്ചയാക്കുന്നു, അള്ളാഹു അതിന് ഫലം നൽകുന്നു. അങ്ങനെ നേർച്ചക്കടങ്ങൾ വീടപ്പെടുന്ന രൂപത്തിൽ സാമ്പത്തികമായി നമുക്ക് വലിയ സന്തോഷം അൽഹംദുലില്ലാ നമ്മുടെ ഈ സ്ഥാപനത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. സാമ്പത്തികമായി നമ്മുടെ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സഹായം നമ്മുടെ നേർച്ചകളാണ് കാര്യമായിട്ട്. എന്തൊരു പ്രതിസന്ധിക്കും പ്രയാസങ്ങൾക്കും നമ്മുടെ ഈ സ്ഥാപനത്തിന് വേണ്ടി നേർച്ചയാക്കി കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ സ്വന്തമായി നേർച്ചയാക്കുമ്പോൾ വലിയ ഫലം അള്ളാഹു നൽകിയിട്ടുണ്ട്. ഈ സ്ഥാപനം മഹാനായ ഖുത്ബുസ്സമാൻ തങ്ങളുപ്പാപ്പയുടെ നാമധേയത്തിൽ മഹാന്മാരായ ബദരീങ്ങളുടെ ആ ഒരു സ്മരണയോടുകൂടെ ആരംഭിച്ച ഈ വിശുദ്ധമായ സ്ഥാപനം അള്ളാഹു വലിയ ഫലമാണ് നൽകിയിട്ടുള്ളത്. എത്രയോ വലിയ അത്ഭുതങ്ങൾ നേർച്ചകളിലൂടെ അള്ളാഹു തന്നിട്ടുള്ള ഒരു ഫലം നമ്മുടെ ഈ സ്ഥാപനത്തിനുണ്ട്. മഹാനായ ഹബീബായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധമായ റബീഉൽ അവ്വൽ വരുമ്പോൾ നമുക്കറിയാം, ധാരാളം വാഹനങ്ങൾ ഒരുമിച്ച് കൂടി വലിയൊരു മീലാദ് സമ്മേളനം തന്നെ, ഒരു വലിയൊരു മീലാദ് റാലി തന്നെ, വാഹനജാഥ തന്നെ നമ്മൾ നടത്താറുണ്ട്. അതുപോലെ ധാരാളം ആളുകൾക്ക് ഭക്ഷണം നൽകുകയും ധാരാളം പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യാൻ നമ്മുടെ ഈ സ്ഥാപനത്തിനായിട്ടുണ്ട്. നാം ഇപ്പോൾ ഇവിടെ സംഗമിച്ചിരിക്കുന്നത് ഹബീബായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആഹ്ലാദം, തങ്ങളെക്കൊണ്ട് ആഹ്ലാദിക്കാനും തങ്ങളെക്കൊണ്ട് സന്തോഷിക്കാനും വേണ്ടിയാണ് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നബിതങ്ങളെ മഹബ്ബത്ത് വെച്ചുകൊണ്ട് നബിതങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മളൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. നബിതങ്ങളെ സ്നേഹിക്കുകയും വളരെയധികം നബിതങ്ങൾ പറഞ്ഞത് മുഴുവനും ജീവിതത്തിൽ പകർത്തുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതം സംശുദ്ധമാക്കേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്. ഹബീബായ തങ്ങളെ മദീനയിലും അതുപോലെ തന്നെ അവിടുത്തെ ജന്മനാടായ മക്കയിലും നമുക്ക് പോയി അവിടെ ചെന്ന് നമ്മുടെ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് ആവേശമാണ്. ഇത് റസൂലുള്ളാഹിനോടുള്ളൊരു മഹബ്ബത്താണ്. നബിതങ്ങളോടുള്ള മഹബ്ബത്ത് അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വഹാബത്ത് ഹബീബായ തങ്ങളെ സ്നേഹിച്ച ആ ഒരു പാഠത്തിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, സ്വഹാബത്തിൻ്റെ ജീവിതത്തിലേക്ക് നാം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ, സ്വഹാബത്ത് ഹബീബിൻ്റെ മുമ്പിൽ ഒരക്ഷരം പോലും ശബ്ദമുയർത്തി സംസാരിക്കാത്തവരായിരുന്നു. സ്വഹാബത്ത് ഹബീബായ തങ്ങൾ നടന്ന വഴിയിലൂടെ അവിടുത്തെ ബഹുമാനം കിട്ടാൻ, അവിടുത്തെ ചര്യയോടെ പിന്തുടരാൻ ആ വഴിയിലൂടെ നടന്നിരുന്നവരായിരുന്നു സ്വഹാബത്ത്. നബിതങ്ങളുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് പൊടിയുന്നുണ്ടെങ്കിൽ ആ പൊടിഞ്ഞു വരുന്ന വിയർപ്പ് വടിച്ചെടുത്ത് കുപ്പിയിലാക്കി സുഗന്ധത്തിന് വേണ്ടിയും രോഗശമനത്തിന് വേണ്ടിയും ഉപയോഗിച്ചിരുന്നവരായിരുന്നു സ്വഹാബത്ത്. ഈ സ്വഹാബത്ത് അതുപോലെ തന്നെ മഹാന്മാരായ ഔലിയാക്കൾ ഹബീബായ തങ്ങളെ മദീന മുനവ്വറയിലൂടെ ഫ്ലൈറ്റിൽ കയറിയിട്ട് പോലും റൗദയുടെ മുകളിലൂടെ ഫ്ലൈറ്റ് പറക്കുമോ, അതുകൊണ്ട് റസൂലുള്ളാഹിനോടുള്ള അനാദരവാകുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ അടുത്തടുത്ത് മരണപ്പെട്ടു പോയ മഹാന്മാർ ഫ്ലൈറ്റിൽ കയറാൻ മടിയുള്ളവരുണ്ടായിരുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ
പാദം തട്ടിയ സ്ഥലത്ത് ചുംബിക്കാനും ഹബീബായ തങ്ങളുടെ ഷഅറ മുബാറക്ക് സന്തോഷത്തോടുകൂടെ സ്നേഹിക്കാനും അത് മുക്കിയെടുത്ത് വെള്ളം കുടിക്കാനും വളരെ സന്തോഷത്തോടെ മുന്നോട്ട് വന്നവരായിരുന്നു സ്വഹാബത്ത്. അല്ലാഹു തആല ആ സ്വഹാബത്തിൻ്റെ പാതയിലൂടെ സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ സ്ഥാപനം എന്തുകൊണ്ടും അൽഹംദുലില്ലാഹ് ഹബീബായ തങ്ങളെ പേരിൽ തങ്ങൾ ഉൾക്കൊള്ളുന്ന ബദരീങ്ങളടങ്ങുന്ന ബദറിൻ്റെ സദസ്സ് മാസം തോറും ഇവിടെ നടക്കുമ്പോൾ നല്ല റാഹത്തോടുകൂടെ നമ്മുടെ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാനും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും തളർച്ചയും വരുമ്പോഴേക്ക് അതിൽ നിന്ന് പിന്മാറി ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള മെയിനായിട്ടുള്ള കാരണം ബദരീങ്ങളാണ്. ആ ബദരീങ്ങളെയാണ് നമ്മൾ മുറുകെ പിടിച്ചിട്ടുള്ളത്. ഖുതുബുസ്സമാൻ തങ്ങളെ പേരിലാണ് നമ്മുടെ സ്ഥാപനമുള്ളത്. അൽഹംദുലില്ലാഹ് ഇതിനു വേണ്ടി പ്രവർത്തിച്ച എത്രയോ പ്രവർത്തകരുണ്ട്, എത്രയോ കാരണവന്മാരുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകട്ടെ. അതുപോലെ നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥിനികൾ അല്ലാഹു ഖൈറും ബറക്കത്തും നല്ല ഉയരങ്ങളിലേക്ക് നമ്മുടെ മക്കളെ അല്ലാഹു ഉയർത്തിത്തരട്ടെ. അതുപോലെ അവിടെ രക്ഷിതാക്കൾ അൽഹംദുലില്ലാഹ് എല്ലാ നിലക്കും സഹായിക്കുന്നവരാണ്. അല്ലാഹു തആല കൂടുതലായി സഹായങ്ങൾ അവർക്ക് നൽകട്ടെ. അതുപോലെ നമ്മൾ ഒരിക്കലും നമ്മുടെ സ്മരണയിൽ നിന്ന് പോകാത്ത കുറേ മരണങ്ങൾ അടുത്തടുത്തായി നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി. മരണം വന്നു കഴിഞ്ഞാൽ ഒരാൾക്കും അത് തടയാൻ കഴിയില്ലല്ലോ. അള്ളാഹുവിൻ്റെ ഖളാ പ്രകാരം സംഭവിക്കുകയും അങ്ങനെ അവർ മരണത്തിലേക്ക് നീങ്ങുകയും ചെയ്തവരാണ്. അതിൽപ്പെട്ടവരാണ് നമ്മുടെ കരീം ഹാജി. നമ്മുടെ സ്ഥാപനം വളരെയധികം സ്ഥാപനത്തിന് വേണ്ടി അധ്വാനിച്ചിരുന്ന നമ്മുടെ അയൽവാസിയായ കരീം ഹാജി. അവർ മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു തആല സന്തോഷത്തിലാക്കട്ടെ. അതുപോലെ തന്നെ നാസർക്ക, നമ്മുടെ നബിദിനൊക്കെ ആകുമ്പോൾ എല്ലാ നിലക്കും നാസറാക്ക വളരെ അധ്വാനിച്ചവരായിരുന്നു. വളരെ എത്ര പറഞ്ഞാലും ദുആ ചെയ്താലും തീരാത്ത കടമ തീരാത്ത സഹായങ്ങളും ശരീരം കൊണ്ടും എല്ലാ നിലക്കും സഹായിച്ചവരാണ് നാസർക്ക. അല്ലാഹുവേ നീ അവരുടെ ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. അതുപോലെ തന്നെ എത്രയോ പ്രയാസങ്ങൾ അനുഭവിച്ച നമ്മുടെ പ്രവർത്തകർ, നമ്മുടെ കുഞ്ഞീദ് കാക്ക, നമ്മുടെ ബദർ മൗലിദ് നടക്കുമ്പോൾ മുന്നിൽ സീറ്റ് ഉറപ്പിച്ചിരുന്ന കുഞ്ഞീദ് കാക്ക മരണപ്പെട്ടു. അല്ലാഹു അവരെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. അതുപോലെ ഈ സ്ഥാപനം തുടങ്ങുന്നതിന് മുമ്പ് ഇതിനു വേണ്ടി മനസ്സ് വെച്ച നമ്മുടെ മാഹിനാജി, അല്ലാഹുവേ നീ ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ നമ്മുടെ ഇതിലൊക്കെ കൂടാൻ ആഗ്രഹിച്ചിരുന്ന കുഞ്ഞാലി ഹാജി, നമ്മുടെ നാട്ടിലെ മുത്തവല്ലിയായിരുന്ന പൂച്ചി ഹാജി, അള്ളാഹുവേ നീ ഖബറുകളെ സന്തോഷത്തിലാക്കണേ അള്ളാഹ്. അതുപോലെ പ്രത്യേകിച്ച് നമ്മുടെ ഈ സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് വലിയ സഹായം നൽകി പിന്നിൽ നിന്ന് വലിയ സഹായങ്ങളും വാക്കുകളും വാഗ്ദാനങ്ങളും നൽകി നമ്മെ ആവേശത്തോടുകൂടെ മുന്നോട്ട് ഇറക്കിയ ബഹുമാനപ്പെട്ട സിദ്ദീഖ് ഹാജി നമ്മിൽ നിന്ന് ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയി. ആ സിദ്ദീഖ് ഹാജിയുടെ അരികിൽ ഞങ്ങൾ ചെന്ന സമയത്ത് വളരെ ഉന്മേഷത്തോടുകൂടി എന്തിനും ഞാൻ റെഡിയാണ് എന്ന വാക്ക് തരികയും നിങ്ങൾ അവിടെ ഒന്നും സംഭവിക്കൂല, നിങ്ങൾ റാഹത്തോടുകൂടെ സംരംഭങ്ങൾ ആരംഭിക്കി, നിങ്ങൾക്കുള്ള സാമ്പത്തികമൊക്കെ എത്തിക്കോളും എന്ന് പറയുകയും ആവേശം തരികയും സാമ്പത്തികമായ നല്ല സഹായവും ചെയ്ത സിദ്ദീഖ് ഹാജി ചെമ്മാട് MN സിദ്ദീഖ് ഹാജി നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി. അല്ലാഹു തആല അവരുടെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അല്ലാഹു അവരുടെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു നമ്മുടെ എല്ലാ ഉമ്മമാർക്കും സഹോദരന്മാർക്കും എല്ലാവർക്കും അല്ലാഹു തആല സർവ്വ നന്മകളും ഖൈറും ബറക്കത്തും നൽകട്ടെ. സഹായിച്ച മുഴുവൻ സഹായികൾക്കും അല്ലാഹു തആല എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യാ റബ്ബി ബിൽ മുസ്തഫാ ബല്ലഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമീ. വളരെ സുദീർഘമായ ഒരു പ്രഭാഷണത്തിൻ്റെ വേദിയല്ല എന്ന് എനിക്കും നിങ്ങൾക്കും അറിയുന്നതോടൊപ്പം അൽഹംദുലില്ലാഹ് ഈ കാലത്തും, അതായത് വൈറസ് ഈ കാലത്തും വിപുലമായിട്ട് ഓൺലൈൻ ഇങ്ങനത്തെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെ റാഹത്തുണ്ട്. ഇവിടെ എന്നല്ല, നമ്മൾ ഇല്ലിക്കൽ ചിറ ഖുതുബുസ്സമാൻ മദ്രസയിൽ എന്നല്ല,
മലപ്പുറം ജില്ലയിൽ ഒതുങ്ങിയതല്ല, കേരളത്തിൽ ഒതുങ്ങിയതല്ല, ലോകത്ത് തന്നെ എല്ലാ സ്ഥലങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനവുമായിട്ട് ബന്ധപ്പെട്ട് പല പരിപാടികളും നടന്നുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ് നമ്മളെ കുത്തുബുസ്സമാൻ ഇല്ലേക്കൽച്ചിറ മദ്രസയിലും കമ്മിറ്റിക്കാർ, ഉസ്താദുമാർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ ഇവരുടെ എല്ലാ സഹായ സഹകരണങ്ങളെ കൊണ്ട് അതിവിപുലമായി നമ്മൾക്കും റബീഉൽ അവ്വൽ പരിപാടി നടത്താൻ കഴിഞ്ഞതിൽ വളരെ വളരെ വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ സുദീർഘമായി പ്രസംഗിക്കുകയല്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ പരിപാടി കഴിഞ്ഞാലുടൻ നമ്മുടെ വിദ്യാർത്ഥികളുടെ പരീക്ഷ, ആ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉസ്താദുമാർ പല പരിപാടിയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആയതുകൊണ്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അതിന് തയ്യാറാകണം എന്ന് ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇങ്ങനെ ഈ സമയത്തും ഇങ്ങനത്തെ ഒരു പരിപാടി, വിപുലമായ പരിപാടി നടത്തുന്ന അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ ഈ മഹത്തായ മീലാദ് സമ്മേളനത്തിന് ഞാൻ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അൽഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ബഹുമാന ആദരവുകൾ നിറഞ്ഞ സയ്യിദവറുകൾ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നമ്മുടെ മദ്രസയിലെ പിഞ്ചോമന കുരുന്നുകളെ, രക്ഷിതാക്കളെ, പ്രവർത്തകരെ, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഈ ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായ ലോകത്തിൻ്റെ നേതാവ് ഹബീബുൽ വറ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യ മാസത്തിലാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്കാലങ്ങളിൽ എങ്ങനെയായിരുന്നു നബിദിനം നമ്മൾ കൊണ്ടാടിയിരുന്നത്, അതേപോലെ ഈ വർഷം നമുക്ക് നബിദിനം കൊണ്ടാടാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം കോവിഡ് എന്ന മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ എല്ലാവിധ പരിപാടികളും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിലേക്ക് നബിദിനം എന്ന് പറയുമ്പോൾ കടന്നു വരുന്നത് റബീഉൽ അവ്വലാകുമ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാ കവലകളും മാല ബൾബുകൾ കൊണ്ട് അലങ്കരിക്കുകയും നമ്മുടെ മദ്രസകളെല്ലാം മാല ബൾബുകൾ കൊണ്ട് അലങ്കരിക്കുകയും പ്രഭാത മൗലിദും ഘോഷയാത്രയും മീലാദ് പരിപാടികളൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ ഇന്ന് എല്ലാ പരിപാടികളും ഓൺലൈനിലായതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തോടു കൂടി എല്ലാ പരിപാടിയിലും പങ്കെടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വർഷത്തെ ഇഷ്ഖ് റബിയും നാം ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന കർത്തവ്യം ഈ പരിപാടിക്ക് ആശംസ അറിയിക്കുക എന്നുള്ളതാണ്.
അൽഹംദുലില്ലാ നമ്മുടെ ഈ വർഷത്തെ പരിപാടി അതിവിപുലമായിട്ട് തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു വേണ്ടി പ്രയത്നിച്ച ബുദ്ധിമുട്ട് സഹിച്ച ധാരാളം പ്രവർത്തകരുണ്ട് നമുക്ക് മുമ്പിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിപാടിക്ക് വേണ്ടി ശാരീരികമായും സാമ്പത്തികമായും സഹായിച്ച എല്ലാ ആളുകളെയും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അവരുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ ആളുകൾക്കും അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ നേതൃത്വമായി നമുക്ക് മുമ്പിലുള്ള നമ്മുടെ സയ്യിദ് അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അൽഹംദുലില്ലാ, നമ്മുടെ കുട്ടികളുടെ പരിപാടികൾ ആരംഭിക്കാൻ പോവുകയാണ്. രക്ഷിതാക്കളായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പരിപാടി നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. ICC യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ആ യൂട്യൂബ് ചാനൽ വഴിയായിരിക്കും നമ്മുടെ കുട്ടികളുടെ പരിപാടികളൊക്കെ പബ്ലിഷ് ചെയ്യുക. അപ്പോൾ നിങ്ങളും ആ പരിപാടിയിൽ വീക്ഷിക്കുകയും മറ്റുള്ളവരിലേക്ക് ആ പരിപാടിയെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇവിടെ പ്രാർത്ഥന നിർവഹിച്ചു തന്ന സയ്യിദ് അവറുകൾക്കും നമുക്ക് ഉദ്ഘാടനം ചെയ്തു തന്ന നമ്മുടെ സദർ മുഅല്ലിം ഫസൽ ഹസനിക്കും ഇവിടെ ആശംസ പ്രസംഗം നടത്തിയ മജീദ് ഉസ്താദിനും തൊയ്യബ് ഉസ്താദിനും നന്ദി അറിയിച്ചുകൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സ്വാഗതം പറഞ്ഞ മദർസ സാരഥി ഹംസ ഹാജിക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ജന്നാത്തിൻ ബാബിൽ കുറിച്ചുള്ളൊരു നാമം, ജിന്നും ഇൻസെല്ലാം വാഴ്ത്തും തിരുനാമം. ജന്നാത്തിൻ ബാബിൽ കുറിച്ചുള്ളൊരു നാമം, ജിന്നും ഇൻസെല്ലാം വാഴ്ത്തും തിരുനാമം. മണ്ണും ഈ വിണ്ണും ഗുരുമുമ്പിൽ പ്രണാമം. എൻ്റെ ഹബീബിൻ്റെ ശറഫുറ്റ നാമം, ഉലകകിലം കീർത്തനങ്ങളകം പുണരും മധുകുലികൾ, മധുവേറുപ്പുകളുകളിൽ ആശിഖീങ്ങളലിയുന്നു. ആലമാകെ റഹ്മത്തായി ആറ്റലായണഞ്ഞുള്ള മുഹമ്മദ് റസൂലുള്ള മഹബൂബ് നൂറുള്ള. ജന്നാത്തിൻ ബാബിൽ കുറിച്ചുള്ളൊരു നാമം, ജിന്നും ഇൻസെല്ലാം വാഴ്ത്തും തിരുനാമം. ഇന്നും ജ്വലിക്കുന്നു നൂറിൻ പ്രണാമം, എന്നും ജയിക്കുന്നു ദീനിൻ പ്രമാണം. എന്നും ജ്വലിക്കുന്നു ദീനിൻ പ്രമാണം, എന്നും ജ്വലിക്കുന്നു നൂറിൻ പ്രമാണം. ഇരുളിൻ്റെ ഇരുളകറ്റി ഒളിവിൻ്റെ ഒളിവേകി, ഇരുളിൻ്റെ ഇരുളകറ്റി ഒളിവിൻ്റെ ഒളിവേകി. സഹനങ്ങൾ താണ്ടിയങ്ങ് സ്വർഗമൊരുക്കി, സത്യമതത്തെ ത്വാഹ നമ്മിലിറക്കി. സഹനങ്ങൾ താണ്ടിയങ്ങ് സ്വർഗമൊരുക്കി, സത്യമതത്തെ ത്വാഹ നമ്മിലിറക്കി. സുഹൃതമോതിടുന്നു തിരുവഴിയ പുണർന്നിടുന്നു, സുഹൃതമോതിടുന്നു തിരുവഴിയ പുണർന്നിടുന്നു. ജന്നാത്തിൻ ബാബിൽ കുറിച്ചുള്ളൊരു
തിരുനാമം ജിന്നും ഈൻസെല്ലാം വാഴ്ത്തും തിരുനാമം ജന്നാത്തിൻ ബാബിൽ ജ്വലിക്കുന്നൊരു നാമം ജിന്നും ഈൻസെല്ലാം വാഴ്ത്തും തിരുനാമം മണ്ണും ഈ വിണ്ണും ഗുരുമുമ്പിൽ പ്രണാമം എൻ്റെ ഹബീബിൻ്റെ ശറഫുറ്റ നാമം ഉലകകിലം കീർത്തനങ്ങളകം പുണരും മധുഗുലികൾ മധുവേറുപ്പുകളുകളിൽ ആശിഖീങ്ങളലിയുന്നു ആലമാകെ റഹ്മത്തായി ആറ്റലായണഞ്ഞുള്ള മുഹമ്മദ് റസൂലുള്ള മഹബൂബ് നൂറുള്ള ജന്നാത്തി ബാബിൽ കുറിച്ചുള്ളൊരു നാമം ജിന്നും ഈൻസെല്ലാം വാഴ്ത്തും തിരുനാമം. അസ്സലാമലൈക്കും. പ്രകാശം പരന്നു ലോകം പടർന്നു പ്രഭു മുത്തുറൂൽ അമീനൊന്നു പ്രകാശം പരന്നു ലോകം പടർന്നു പ്രഭു മുത്തുറൂൽ അമീനൊന്നു പ്രവാചകരെ ലോകമാകെ പുണർന്നു പ്രവാചകരെ ലോകമാകെ പുണർന്നു പ്രകാശം പരന്നു ലോകം പടർന്നു പ്രഭു മുത്തുറൂൽ അമീനൊന്നു ഇലാഹിൻ്റെ നൂറ് ഹിദായത്തിൻ ജീവിതത്തിലൂടെ ഇറയോനിൽ ചേർത്ത പുണ്യറൂഹ് പലവൈകൾ മുന്നിൽ കായെങ്കിൽ അതിലൊരു വൈസ്നേഹാശം അഞ്ഞതുമെങ്കിൽ ആ വഴിയിൽ പോയിടൂ ആട്ടൻ റസൂലിനെ തേടിടൂ ആയിരലോകമിൽ സബീലിൽ വിജയം കണ്ടിടൂ പ്രകാശം പരന്നു ലോകം പടർന്നു പ്രഭു മുത്തുറൂൽ അമീനൊന്നു മതം തന്നെ നേരെ മനുഷ്യൻ്റായി ഇവർ കൂട്ട് ചേർത്ത് റോഹ് ഇരുൾ വീണ ഭൂവിൽ കരിഞ്ഞുള്ള കൽവിൽ തെളിച്ചം നിറക്കും കലിമാശ കൊണ്ട് മുഞ്ച് ആവിധമേ മദനീയം നൽകിയ ആദരവിൽ ഈ ങ്ങാൻകാർമാരെ ഉത്തരമാണൻ റസൂൽ ഉന്നതിയിൽ പറയും റസൂൽ ഉത്തരമാണൻ റസൂൽ ഉന്നതിയിൽ പറയും റസൂൽ ഉന്മരുങ്ങും റബ്ബിൽ നിധിയ റസൂൽ പ്രകാശം പരന്നു ലോകം പടർന്നു പ്രഭു മുത്തുറൂൽ അമീനൊന്നു അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. ഒരിക്കൽ മദീനയിലെ പള്ളിയിൽ പെരുന്നാൾ നിസ്കാരത്തിനായി അനുയായികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാത്തു നിൽക്കുകയായിരുന്നു. അവിടെ ഒരു അനാഥയായ ആൺകുട്ടിയുടെ കൈ പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കുട്ടിക്ക് വസ്ത്രവും ഭക്ഷണവും കൊടുത്തു പറഞ്ഞു, ഞാനാ നിന്റെ ബാപ്പ, എൻ്റെ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹ ആണ് നിന്റെ ഉമ്മ. ആ കുട്ടിക്ക് സന്തോഷമായി. അന്ന് പള്ളിയിൽ അത് ചർച്ച വിഷയമായിരുന്നു. അത് അനാഥർക്കെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഭയമായി. അന്ന് രാത്രി വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ശിഷ്യരെ വിവരം അറിയിച്ച് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടെത്തി. മാതാവിൻ്റെ ഖബറിൽ നിന്ന് ഉമ്മ എന്ന് ശബ്ദമില്ലാതെ വിളിക്കുകയായിരുന്നു.
അപ്പോഴാണ് ശിഷ്യർ ഒരു കാര്യം ഓർത്തത്. ജനിക്കും മുമ്പ് പിതാവും 6 വയസ്സിൽ മാതാവും നഷ്ടപ്പെട്ട അനാഥയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അസ്സലാമു അലൈക്കും. നബിയെ സല്ലി അലൈഹി യാ അല്ലാഹ്. മുത്ത് റസൂലിൻ ജന്മദിനം, സത്യ ഹബീബി പൊൻസുദിനം. പാടുക പറയുക കുട്ടികളെ, ഒന്നിച്ചോതുക കൂട്ടരണം. നബിയെ സല്ലി അലൈഹി യാ അല്ലാഹ്. മുത്ത് റസൂലിൻ ജന്മദിനം, സത്യ ഹബീബി പൊൻസുദിനം. പാടുക പറയുക കുട്ടികളെ, മുത്ത് റസൂലിൻ മധുഹുകളെ, ഒന്നിച്ചോതുക കൂട്ടരണം. സത്യ ഹബീബി മൗലിദുകൾ. നബിയെ സല്ലി അലൈഹി യാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. പ്രാണനാം പ്രഭുവേ, പ്രവാചകരെ ഗുരുവേ, പ്രതീക്ഷയാം പ്രിയരേ, പ്രകാശമയം നബിയേ. പ്രാണനാം പ്രഭുവേ, പ്രവാചകരെ ഗുരുവേ, പ്രതീക്ഷയാം പ്രിയരേ, പ്രകാശമയം നബിയേ. ആലത്തിൻ അലങ്കാരം, അലമിലുദത്താരം, അലിവിം മലർഹാരം, അലൻ നബി സലാം. സുവർഗത്തിൻ സുഗർദബാബിൽ സുബ്ഹാനോടൊരുമിച്ച് കുറിച്ച നാമം. പ്രാണനാം പ്രഭുവേ, പ്രവാചകരെ ഗുരുവേ, പ്രതീക്ഷയാം പ്രിയരേ, പ്രകാശമയം നബിയേ. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. പരലോകത്തൊരീടുണ്ട്, സ്വർഗം എന്നൊരീടുണ്ട്. പാലാർ അവിടെ വയ്ക്കുന്നു, തേനാർ അവിടെ വയ്ക്കുന്നു. മധുരഫലങ്ങൾ നേടുന്നു, റബ്ബിനെ നേരെ കാണുന്നു. അസ്സലാമലൈക്കും. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, അധ്യക്ഷരെ, നാട്ടുകാരെ, അസ്സലാമു അലൈക്കും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൽ 1-2 വാക്കുകൾ പറയാൻ സാധിച്ച നാഥനെ ഞാൻ ആദ്യം സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുമ്പോൾ ഈ ലോകം ഇരുണ്ട യുഗമായിരുന്നു. ആകെ അക്രമവും അനീതിയും നിറഞ്ഞ ലോകമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ജീവിതത്തിലുടനീളം നന്മയുടെ വെളിച്ചം വിതറി. ലോകത്ത് ശാന്തിയും സമാധാനവും നൽകി. മനുഷ്യർക്ക് നീതിയും സ്നേഹവും നൽകി. സത്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ജീവിതമായി മാറട്ടെ. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു പ്രസംഗം ഞാൻ വിരാമം കൊള്ളുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, കൂട്ടുകാരെ, നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയത് മുത്തുനബിയുടെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടിയാണ്. ഈ സന്ദർഭത്തിൽ ഞാൻ കൊച്ചു പ്രസംഗം പറയാനാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവും, എന്താണെന്ന് എനിക്കറിയില്ല. ഏതായാലും കല്ലെറിയരുത്, മോശമായി സംസാരിക്കരുത്. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്ഭുതങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. ഖുർആൻ ഏതായാലും ഞാൻ ഒന്ന് പറയാം. ഖുർആനിൽ അവതരിപ്പിച്ചത് തന്നെയാണ്. ചന്ദ്രനെ പിളർത്തി കൈവിരലുടെ ഇടയിൽ നിന്ന് വെള്ളം ഒലിപ്പിച്ചു. ചരക്കുകളെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിപ്പിച്ചു. മാൻ, ഉടുമ്പ് എന്നിവരെ കൊണ്ട് സംസാരിപ്പിച്ചു. മച്ചിയായ ആടിനെ കറന്നു. ഇതെല്ലാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്ഭുതങ്ങളാണ്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും.
പുണ്യമേറും പൂമദീന ഒന്നു കാണാൻ മോഹമാണ്. പുഞ്ചിരിക്കും ചന്ദിരപ്പൊൻ റൗള കാണാൻ ദാഹമാണ്. പുണ്യമേറും പൂമദീന ഒന്നു കാണാൻ മോഹമാണ്. പുഞ്ചിരിക്കും ചന്ദിരപ്പൊൻ റൗള കാണാൻ ദാഹമാണ്. മണിമുത്ത് രാജ താജുല്ലംബിയ തന്തമലർന്നിരുതി മതിയായി അന്തിയുറങ്ങും ചന്തം മുന്തി മോഹമിലെത്തി സലാം ചെല്ലാം. വിധി തരൂ എന്നിൽ തുണ തരൂ അധിപതി രാജ സുബ്ഹാനെ. പുണ്യമേറും പൂമദീന ഒന്നു കാണാൻ മോഹമാണ്. പുഞ്ചിരിക്കും ചന്ദിരപ്പൊൻ റൗള കാണാൻ ദാഹമാണ്. ഈ മണ്ണിലെന്നും പുണ്യം വിതച്ച് റഹ്മത്ത് ചിന്തും പദ വരച്ച്. ഈ മണ്ണിലെന്നും പുണ്യം വിതച്ച് റഹ്മത്ത് ചിന്തും പദ വരച്ച്. ഹൈറിലേറി മികച്ചൊരു പതിയായി കനകസുവന മദീനയതായി. ഖൈറിലേറി മികച്ചൊരു പതിയായി കനകസുവന മദീനയതാ. പുണ്യമേറും പൂമദീന ഒന്ന് കാണാൻ മോഹമാണ്. പുഞ്ചിരിക്കും ചന്ദിരപ്പൊൻ റൗള കാണാൻ ദാഹമാണ്. സ്വർഗത്തിൻ തോപ്പായി തിരുനബി അരുളിയ റൗളക്ക് മെമ്പറിനിടയിൽ നാദ. സ്വർഗത്തിൻ തോപ്പായി തിരുനബി അരുളിയ റൗളക്ക് മിമ്പറിനിടയിൽ നാദ. സ്വർഗത്തിൻ പുണ്യമേറും പൂമദീന ഒന്നു കാണാൻ മോഹമാണ്. പുഞ്ചിരിക്കും ചന്ദിരപ്പൊൻ റൗള കാണാൻ ദാഹമാണ്. ബഹുമാനരായ അധ്യക്ഷരെ, കുട്ടികളെ, ഉസ്താദുമാരെ, അസ്സലാമു അലൈക്കും. ഈ പുണ്യദിനത്തിൽ ഞാൻ അല്പം സംസാരിക്കട്ടെ. ഈ ലോകം മുഴുകെ പടക്കാൻ കാരണക്കാരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്നു. ഈ സുദിനത്തിൽ ഒരു കാര്യം ഞാൻ ഓർക്കട്ടെ. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ കണ്ണിൽ കാണുന്നൊന്നും ഈ ലോകത്തുണ്ടാകുമായിരുന്നില്ല. നബിയെ, ഈ ലോകത്ത് അനുഗ്രഹമായിട്ടല്ലാതെ ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചിട്ടില്ല. ഈ സത്യം മനസ്സിലാക്കി നബിയെ കൊണ്ടുവന്നത് ഈ മുറുക്കി പിടിച്ചിരിക്കണം. ഓരോരുത്തരായി തയ്യാറാവും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അസ്സലാമു അലൈക്കും. കാമിലർ ത്വാഹ പിറന്ന ദിനം, കാഫിരിൻ കോട്ട തകർന്ന ദിനം, കാലമതിരുളിൻ മരുഭൂമണ്ണും ഹാത്തിൻ നബിയെ കണ്ട ദിനം, ആദരവായൊരു മുത്ത് നബി ആമിന ബീവിത്തിൻ പുണ്യ നബി, ആലം പെരിയോനാദ്യമിലായി ആമയത്തുള്ള നൂറാങ്കണി, കുഫറുകൾ ഞെട്ടി വിറച്ചിടുന്നേ ഖുറൈശി വംശവും കണ്ടിടുന്നേ, ഖല്ലാക്കായൊരു സുബ്ഹാൻ മണ്ണിലായി കരുണ്യ വർഷം ചൊരിഞ്ഞിടുന്നേ. അസ്സലാമു അലൈക്കും. നൂറിലും നൂറാണൻ ത്വാഹ കതിരൊളി താജ, നേരിലെ നായകരാണൻ തിങ്കൾ സിറാജ, പാരിലെ പൂരിത വജിഹല്ലേ പാലകൻ റബ്ബിൻ നജബല്ലേ, പാരിലെ പൂരിത വജിഹല്ലേ പാലകൻ റബ്ബിൻ നജബല്ലേ, പൂമുഖം കണ്ടിടുവാൻ ഈ മനം വെമ്പിടുമേ, പൂമണും ചിന്തും റൗളയിൽ അലിഞ്ഞിടുവാൻ, മദ്ഹേ മദീന മദ്ഹേ മദീന, എൻ കൽബിലൊരു നറു സ്നേഹമധു നിറമാനസ നബിയുള്ള നറുസൂന മസറുമുല്ല, നൂറിലും നൂറാണൻ ത്വാഹ കതിരൊളി താജ, നേരിലെ നായകരാണൻ തിങ്കൾ സിറാജ, എത്തീമായി വളർന്നതല്ലേ ത്വാഹ, ഏറെ യാതനകൾ സഹിച്ചതല്ലേ സ്നേഹ, എത്തീമായി വളർന്നതല്ലേ ത്വാഹ, ഏറെ യാതനകൾ സഹിച്ചതല്ലേ സ്നേഹ, എല്ലാം ഉപേക്ഷിച്ചും യസീരിബിൽ പോയില്ലേ, ഖല്ലാക്കുടയോൻ്റെ മാർഗം പകർന്നില്ലേ, തിരുവതരമിൽ നിന്നും മുതിരുന്ന മധുരം ഈന്തപ്പനായോല വേനുള്ള സൗഹൃദം അകലെ മദീനയിൽ ഇന്നുണ്ടോ, ഈ ജന്മമിൽ അവിടെ അണയാനി പാപിക്കേ അവസരം മരിക്കും മുമ്പുണ്ടോ, അവസരം മരിക്കും മുമ്പുണ്ടോ, അശോകിൻ്റെ കനിയെ കാണാൻ കൊതിച്ചു ഞാൻ, നബിയെ നിധിയെ നൂറുൽ ഹുദാവേ, നൂറിലും നൂറാണൻ ത്വാഹ കതിരൊളി താജ, നേടിലെ നായകരാണൻ തിങ്കൾ സിറാജ, നൂറിലും നൂറാണൻ ത്വാഹ കതിരൊളി താജ,
ഏരിലെ നായകരാണെൻ തിങ്കൾ സിറാജാസ്രാമല്. അസ്സലാമു അലൈക്കും. നീല നിറവാനിൽ നൂറ റൂഹിലലിയുന്ന രാജ മുത്ത് ത്വാഹ ത്യാഗമലരായ മൗല. മണ്ണിലെ മദീന മോഹം പുണ്യമുറങ്ങുന്ന ഗേഹം കണ്ണിനയക ഏറെ ഇഷ്കിന്ന് തൂകാം മന്ദഹാസം എന്തുലാസം ചന്തമവരാണിയൻ വിശ്വാസം. തന്ന വചനം ചൊല്ലി വദനം പുണ്യമുഖമോതിരയും ഹൃദയം. നീല നിറവാനില്ലൂറ റൂഹിലലിയുന്ന രാജ മുത്ത് ത്വാഹ ത്യാഗമലരായ മൗല. നിലാവിൻ്റെ നീലിമയിൽ ബിലാലിൻ്റെ ബാങ്കുലിയിൽ കാതും കൽബും കുളിർന്ന പുണ്യമുള്ള മണ്ണിൽ ഇലാഹേ നിൻ കാരുണ്യം കടാക്ഷിച്ചല പുണ്യം. അന്ന് പുലരുന്ന മോഹം പുണ്യമണ്ണിലുണ്ടല്ല. അങ്ങകലെ ആ മണ്ണിലെ സ്വർഗം എൻ്റെ തിരുസൈദിൻ ഗേഹം ഒന്നു നിറവേറ്റണമല്ല. മൗനമന്ദം സ്നേഹതന്ത്രം സെയ്തില്ലെന്നും ചേർക്കല്ല. നീല നിറവാനില്ലൂറ റൂഹിലലിയുന്ന രാജ മുത്ത് ത്വാഹ ത്യാഗമലരായ മൗല. മണ്ണിലെ മദീന മോഹം പുണ്യമുറങ്ങുന്ന ഗേഹം കണ്ണിനയക ഏറെ ഇഷ്കിന്ന് തൂകാം മന്ദഹാസം എന്തുലാസം ചന്തമവരാണിയൻ വിശ്വാസം. തന്ന വചനം ചൊല്ലി വദനം പുണ്യമുഖമോതിരയും ഹൃദയം. നീല നിറവാനില്ലൂറ റൂഹിലലിയുന്ന രാജ മുത്ത് ത്വാഹ ത്യാഗമലരായ മൗല. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. എൻ്റെ റസൂലിനെ കാണാൻ എന്തു രസം, എൻ്റെ ഹബീബിനെ കാണാൻ എന്ത് ചന്തം. എൻ്റെ പൂമോനെ ബാപ്പ അബ്ദുള്ളാൻ്റെ തേനോനെ മക്കളെല്ലാവർക്കും അൽ അമീനെ മണ്ണിലു റഹ്മത്തുൽ ആലമീനെ മുത്തു മുഹമ്മദ് റസൂല് കൽബിൽ സത്തായ റസൂല്. എൻ്റെ റസൂലിനെ കാണാൻ എന്തു രസം, എൻ്റെ ഹബീബിനെ കാണാൻ എന്ത് ചന്തം. ആമിയുടെ പൂമോനെ ബാപ്പ അബ്ദുള്ളാൻ്റെ തേനോനെ മക്കളെല്ലാവർക്കും അൽ അമീനെ മണ്ണിൽ റഹ്മത്തുൽ ആലമീനെ മുത്തു മുഹമ്മദ് റസൂല് കൽബിൽ സത്തായ റസൂല്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ആകാശത്തിലൊരമ്പിളിയാണ്, ആയക്കടലിലെ മുത്തുകളാണ്, ആമ്പൽ കൂളത്തിലെ താമരയോ റസൂലുള്ള, വൈദൂര്യ കുന്നിലെ മഞ്ചരിയോ ഹബീബുള്ള, വർണ്ണിക്കാനാവുകയില്ലല്ലോ വർണ്ണനയിൽ പാൽക്കടലാണോ. ആകാശത്തിലൊരമ്പിളിയാണ്, ആയക്കടലിലെ മുത്തുകളാണ്, ആമ്പൽ കൂളത്തിലെ താമരയോ റസൂലുള്ള, വൈദൂര്യ കുന്നിലെ മഞ്ചരിയോ ഹബീബുള്ള, വർണ്ണിക്കാനാവുകയില്ലല്ലോ വർണ്ണനയിൽ പാൽക്കടലാണോ.
മാനവർക്കയൊന്നമുത്ത് മഞ്ഞിലെല്ലാവർക്കും റഹ്മത്ത് മാനിബത്ത ഹാനിബിക്ക് രക്ഷ നൽകിടണേ നാഥ കരുണയേകിടണേ ബദറുദിയൊന്നതിത്ത് ബദുറഹദ് വിജയം ചേർത്ത് കാർത്തിലീനെ ദൂർത്തെറിഞ്ഞ് മുത്ത് സല്ലല്ലാഹ് സത്യനൂറുള്ളാഹ് ആമിന ബി പെറ്റ പൈതൽ അഹമ്മദായ ഉദിത്ത തിങ്കൾ ആദിയോന്റെ പൊൻഹബീബായി അന്ന് പൂന്തിങ്കൾ ഹബീബിൻ്റെ കൂടെ മുർസലിങ്ങളൊത്തുകൂടി മുത്തക്കിങ്ങൾ താമസിക്കും സുമനമേഘല്ല സ്വർഗ വൈതുറക്കല്ല മാനവർക്കായി ഒന്നമുത്ത് മഞ്ഞിലെല്ലാവർക്കും റഹ്മത്ത് മാനിബത്ത ഖാനബിക്ക് രക്ഷ നൽകിടണേ നാഥ കരുണയേകിടണേ. അസ്സലാമലൈക്കും. മദീന റൗളയിലല്ല മക്ക മരുഭൂമിയിലുമല്ല തിരുതൂതറിയുന്നും എന്നുടെ കൽബില മനസ്സൊന്ന കൊട്ടാരത്തിൽ മനുജന്റെ സൽക്കാരത്തിൽ വിരുന്നെത്തും നബിയോരെ പുകൾ പാടിടാം ഹജറും ഷജറും ജമലും സർവത് നബിയോട് സംഗമിച്ചു മലക്കുകൾ ജിന്നും ഇൻസും പല പേർ തിരുസവനത്തിൽ സംഗമിച്ചു ആ പുകളോതാൻ കോടി ജനം നീച്ചെന്നാലും ഒരു തരിമ അവിനു മണവില്ല എത്ര പറഞ്ഞാലും മദീന റൗളയിലല്ല മക്ക മരുഭൂമിയിലുമല്ല തിരുതൂതറിയുന്നും എന്നുടെ കൽബില മനസ്സൊന്ന കൊട്ടാരത്തിൽ മനുജന്റെ സൽക്കാരത്തിൽ വിരുന്നെത്തും നബിയോരെ പുകൾ പാടിടാം സംസും കമറും നജുമും പ്രഭയിൽ നബിയോടേറെ മത്സരിച്ചു അർശും കുർശും ലോഹും കലമും നബിയെ വരിക്കാൻ സംഗമിച്ചു ആ പുകളെഴുതാൻ അറൗസമ ഒന്നിച്ചെന്നാലും ഒരു തരിമ അവിനു മണവില്ല എത്ര പറഞ്ഞാലും മദീന റൗളയിലല്ല മക്ക മരുഭൂമിയിലുമല്ല തിരുതൂതറിയുന്നു നുട കൽബില മനസ്സൊന്ന കൊട്ടാരത്തിൽ മനുജന്റെ സൽക്കാരത്തിൽ വിരുന്നെത്തും നബിയോരെ പുകൾ പാടിടാം. അസ്സലാമലൈക്കും. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ അധ്യക്ഷരെ, ബഹുമാന്യരായ ഉസ്താദുമാരെ, പ്രിയമുള്ള കൂട്ടുകാരെ, SSFിൻ്റെ കർമ്മോത്സകരായ കാരുണ്യത്തിൻ്റെ വേരുകൾ മുറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ യുഗത്തിൽ ഈ വിഷയത്തിനൊരു പ്രത്യേകതയുണ്ട്. നബി സ്വല്ലല്ലാഹു കാരുണ്യത്തിൻ്റെ കടലാണ്. ചേതനവും അചേതനവുമായവരോടെ കരുണ കാണിക്കണമെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഒരു ഉറുമ്പിനെ തീ കൊണ്ട് കരിക്കുന്ന ഒരു വ്യക്തിയെ ശിക്ഷിക്കാൻ അള്ളാഹുവിന് അധികാരമുള്ളൂ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചക ആധുനിക യുദ്ധക്കൊതിയന്മാരും മനുഷ്യനെ പെട്രോളും മണ്ണെണ്ണയും വെച്ച് ചുട്ടുകരിച്ച്
ചുട്ടുകരിച്ച് മൃഗീയത്വം കാട്ടുന്നവരും ചിന്തിക്കേണ്ടതുണ്ട്. അയൽവാസി അവിശ്വാസിയാണെങ്കിൽ പോലും അവരെ ആദരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറയെ ഉണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നുകൂടി കൂട്ടിച്ചേർത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന് അതിർവരമ്പ് നൽകിയില്ല. സ്നേഹബന്ധങ്ങൾ തകർത്തെറിഞ്ഞ് മനസ്സിൻ പ്രതികാരത്തിൻ്റെ സീമകൾ പണിയുന്നവർക്ക് പ്രവാചക അധ്യാപനം പാഠമാണ്. തങ്ങളുടെ കാരുണ്യവും വിശാലമത്ര, സേവനവും കാരുണ്യവും വളരെ പ്രവാചകനും ലതുക്കിയില്ല. ജൂത സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രോഗിയായപ്പോൾ വീട്ടിൽ വന്ന് സന്ദർശിച്ച നേതാവ്, ജൂതൻ മലിനമാക്കിയ വസ്ത്രം സ്വന്തം കൈക്കൊണ്ട് വൃത്തിയാക്കിയ നേതാവ്, വിറകുകെട്ട് തലയിൽ ചുമന്ന് കിഴവിയുടെ വീട്ടിലെത്തിച്ച നേതാവ്, ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യത്തിൻ്റെ ഉദാഹരണങ്ങൾ ചരിത്രങ്ങളിൽ തങ്കലിപ്പികളാൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, എന്നാൽ ആകാശത്തുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കും. ഇത്രയും പറഞ്ഞ് എൻ്റെ പ്രസംഗത്തിൽ നിന്നും ഞാൻ ഇവിടെ പറയുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ആദ്യ പിതാവായ ആദം നബിക്ക് മുമ്പേ ഉദിത്തൊരു നൂറല്ലേ, ആകെ ലോകം വാഴ്ത്തിയ മുത്ത് മുഹമ്മദ് മുസ്തഫ നബിയല്ലേ. ആമിന ബീവി ക്യോമന പൂവായി പാരിലുദിത്തൊരു ഖമറല്ലേ, ത്വാഹ റസൂലുള്ളാഹ് ഹഖുലി നൂറി സ്വല്ലല്ലാഹ്, ത്വാഹ റസൂലുള്ളാഹ് ഹഖുലി നൂറി സ്വല്ലല്ലാഹ്. ആദ്യ പിതാവായ ആദം നബിക്ക് മുമ്പേ ഉദിത്തൊരു നൂറല്ലേ, ആകെ ലോകം വാഴ്ത്തിയ മുത്ത് മുഹമ്മദ് മുസ്തഫ നബിയല്ലേ. സൗറിൻ വഴിയിൽ ഓടി നടക്കും സിദ്ദീഖോരെ കണ്ടില്ലേ, സുന്ദരമേനിയെ സംരക്ഷിക്കാൻ തോളിൽ കിടത്തി നടന്നില്ലേ. പാദമിനങ്ങ് ഗുഹയിൽ നിന്ന് പാമ്പ് കടിച്ചു തളർന്നില്ലേ, ത്യാഗമതേറെ സഹിച്ചില്ലേ, തിരുമഹബൂബോര് കരഞ്ഞില്ലേ. ആദ്യ പിതാവായ ആദം നബിക്ക് മുമ്പേ ഉദിത്തൊരു നൂറല്ലേ, ആകെ ലോകം വാഴ്ത്തിയ മുത്ത് മുഹമ്മദ് മുസ്തഫ നബിയല്ലേ. ഉഹ്ദിൻ ഭൂമിയിൽ മുൻപല്ലൊന്ന് പൊട്ടിയ വാർത്തയറിഞ്ഞപ്പോൾ ഉടനെ തന്നെ പല്ലുകൾ മുഴുവനും കരഞ്ഞു പൊട്ടിച്ചെറിഞ്ഞില്ലേ. മുത്ത് നബീൻ വാക്കത് കേട്ട് ഉമറും പോയി സവിധത്തിൽ, അജബുകളങ്ങ് കണ്ടില്ലേ, ഉമറും ചേർത്ത് പിരിച്ചില്ലേ. ആദ്യ പിതാവായ ആദം നബിക്ക് മുമ്പേ ഉദിത്തൊരു നൂറല്ലേ, ആകെ ലോകം വാഴ്ത്തിയ മുത്ത് മുഹമ്മദ് മുസ്തഫ നബിയല്ലേ. മുത്ത് നബിയില്ലാത്ത മദീനയും വിട്ട് പിരിഞ്ഞു ബിലാലങ്ങ്, ഒത്തിരി കാലം കഴിഞ്ഞവർ വന്ന് ബാങ്കുലി നാദമുയർത്തുന്നേ. പേര് മുഹമ്മദിലെത്തും നേരം ബോധം കേട്ടവർ വീഴുന്നേ, മുത്തിനോർമ്മ പരത്തുന്നേ, ദുഃഖത്തിൽ
താൽ ജനം തേങ്ങുന്നേ. ആദ്യ പിതാവായ ആദം നബിക്ക് മുമ്പേ ഉദിത്തൊരു നൂറല്ലേ. ആകെ ലോകം വാഴ്ത്തിയ മുത്ത് മുഹമ്മദ് മുസ്തഫ നബിയല്ലേ. ആമിന ബീവി ക്യോമന പൂവായി പാരിലുദിത്തൊരു ഖമറല്ലേ. ത്വാഹ റസൂലുള്ളാഹ് ഹഖുലി നൂറി സ്വല്ലല്ലാഹ്. ത്വാഹ റസൂലുള്ളാഹ് ഹഖുലി നൂറി സ്വല്ലല്ലാഹ്. ആദ്യ പിതാവായ ആദം നബിക്ക് മുമ്പേ ഉദിത്തൊരു നൂറല്ലേ. ആകെ ലോകം വാഴ്ത്തിയ മുത്ത് മുഹമ്മദ് മുസ്തഫ നബിയല്ലേ. സാന്ത്വനം ജന്നത്തിൻ പൂവനം ത്വാഹ റസൂലുള്ളാഹ്. ഉന്നതി മർത്തബ സന്നിധി അർശിലായി താരകപ്പൂമുല്ല. ഉമ്മത്തിൻ സാന്ത്വനം ജന്നത്തിൻ പൂവനം ത്വാഹ റസൂലുള്ളാഹ്. ഉന്നതി മർത്തബ സന്നിധി അർശിലായി താരകപ്പൂമുല്ല. ആകെ പടച്ചൻ പടച്ച പടപ്പിന് സയ്യിദരായുള്ള ആലത്തിനാകെ റഹ്മത്തെ തന്നവരെൻ്റെ നബിയുള്ള. ആകെ പടച്ചൻ പടച്ച പടപ്പിന് സയ്യിദരായുള്ള ആലത്തിനാകെ റഹ്മത്തെ തന്നവരെൻ്റെ നബിയുള്ള. ജന്നത്തിൻ സാന്ത്വനം ജന്നത്തിൻ പൂവനം ത്വാഹ റസൂലുള്ളാഹ്. ഉന്നതി മർത്തബ സന്നിധി അർശിലായി താരകപ്പൂമുല്ല. ആകെ പടച്ചൻ പടച്ച പടപ്പിന് സയ്യിദരായുള്ള ആലത്തിനാകെ റഹ്മത്തെ തന്നവരെൻ്റെ നബിയുള്ള. അന്ന് ബദറിലടരി ജയിച്ചുള്ള അൽ അമീനായവരെൻ്റെ നബിയുള്ള. അന്ന് ബദറിലടരി ജയിച്ചുള്ള അൽ അമീനായവരെൻ്റെ നബിയുള്ള. ആരംഭപ്പൂനില അതരക്കാമില സൊല്ലി അല മൗല. അതൽ നബിയുന അംബർ ഷഫിയുന സയ്യിദുന സൈന. ഉമ്മത്തിൻ സാന്ത്വനം ജന്നത്തിൻ പൂവനം ത്വാഹ റസൂലുള്ളാഹ്. ഉന്നതി മർത്തബ സന്നിധി അർശിലായി താരകപ്പൂമുല്ല. ആകെ പടച്ചൻ പടച്ച പടപ്പിന് സയ്യിദരായുള്ള ആലത്തിനാകെ റഹ്മത്തെ തന്നവരെൻ്റെ നബിയുള്ള. ആകെ പടച്ചൻ പടച്ച പടപ്പിന് സയ്യിദരായുള്ള ആലത്തിനാകെ റഹ്മത്തെ തന്നവരെൻ്റെ നബിയുള്ള. അസ്സലാമു അലൈക്കും. നൂറേ പൂമതി അന്നുറങ്ങും സന്നിധി പതിമദീന പൊൻതട്ടിൽ ചെന്നണയാൻ കൊതി. നൂറേ പൂമതി അന്നുറങ്ങും സന്നിധി പതിമദീന പൊൻതട്ടിൽ ചെന്നണയാൻ കൊതി. അധിപതി പെരിയോനെ നീ വിധിയരുടുക്കോനെ സദൈരൈതവാനെ തൗഫീക്ക് താറയി. നൂറേ പൂമതി അന്നുറങ്ങും സന്നിധി പതിമദീന പൊൻതട്ടിൽ ചെന്നണയാൻ കൊതി. സുരപതി സരണി സുഹൃതം വിധിച്ചൊരു ധരണി സുബ്ഹാന്റെ സമ്മാനം തിരുപുരു മദനി. അഖില ലോക സയ്യിദി അറ്റലെ മുഹമ്മദി അർഷിലും മഹോലിദി. നൂറേ പൂമതി അന്നുറങ്ങും സന്നിധി പതിമദീന പൊൻതട്ടിൽ ചെന്നണയാൻ കൊതി. അസ്സലാമു അലൈക്കും. മദീന നഗറിൻ്റെ തിരുമുറ്റത്ത് അന്തിയുറങ്ങുന്ന കൺമണിയേ സുൽത്താനുദാക്കിറം തിങ്കൾ വലിയേ ഫാളില വൈകാട്ടി തന്നവരേ. മദീന നഗറിൻ്റെ തിരുമുറ്റത്ത് അന്തിയുറങ്ങുന്ന കൺമണിയേ സുൽത്താനുദാക്കിറം തിങ്കൾ വലിയേ ഫാളില വൈകാട്ടി തന്നവരേ.
അഹദവനാസിയാബി കേകിയുള്ള നിധിയാണ് പാപികൾക്കെന്നെന്നും ആശ്രിതമാം പൂത്തിങ്കൾ ദാനവും ധർമ്മത്തിനും ഉടമസ്ഥനും വലിയുള്ള അഹദവൻ പാതനം കാട്ടിത്തന്ന പൊൻതാരം ഓർക്കുന്നുണ്ടോ മൊഴികൾ കേൾക്കുന്നില്ലേ ഓർക്കുന്നുണ്ടോ മൊഴികൾ കേൾക്കുന്നില്ലേ അവരുടെ മൊഴികളിലെല്ലാം ഇന്ന് പുണർന്നിടുന്നു മദീന നഗറിൻ്റെ തിരുമുറ്റത്ത് അന്തിയുറങ്ങുന്ന കൺമണിയേ സുൽത്താനുദാക്കിറാം തിങ്കൾ വലിയേ ഫാളില വൈകാട്ടി തന്നവരേ ജീവിത വഴിയിലവർ താണ്ടിയുള്ള ത്യാഗങ്ങൾ നീറും കൽബുകൾക്ക് ശാന്തിയേകി തന്നവരാം ആത്മീയ ശോഭയിൽ വിരാജിക്കും വലിയുള്ള സൂക്ഷ്മത കാത്തവര മദീന നഗറിൻ മുത്ത് കാണുന്നില്ലേ മാന്ത്രിക മഹിതമതല്ലേ കാണുന്നില്ലേ മാന്ത്രിക മഹിതമതല്ലേ ദിക്റിൻ സുൽത്താനല്ലേ മദീന നഗറിൻ്റെ തിരുമുറ്റത്ത് അന്തിയുറങ്ങുന്ന കൺമണിയേ സുൽത്താനുദാക്കിറാം തിങ്കൾ വലിയേ ഫാളില വൈകാട്ടി തന്നവരേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സമ്പൂർണ്ണ വന്മജാലക പുലിമാ സൗരഭ്യ സ്നേഹ സൗഭഗ കുളിർമാ സമ്പൂർണ്ണ വന്മജാലക പുലിമാ സൗരഭ്യ സ്നേഹ സൗഭഗ കുളിർമാ വൈഡൂര ചന്തം മുന്തിടും വദന വൈഡൂര ചന്തം മുന്തിടും വദന ആദ്യോനാദരിച്ച അൽ അമീന അൽ അമീന സമ്പൂർണ്ണ വന്മജാലക പുലിമാ സൗരഭ്യ സ്നേഹ സൗഭഗ കുളിർമാ വൈഡൂര ചന്തം മുന്തിടും വദന വൈഡൂര ചന്തം മുന്തിടും വദന ആദ്യോനാദരിച്ച അൽ അമീന അൽ അമീന സുദുറുൽ ഉലായ നൂറുൽ ഉദായ انظر لنا محبوب الصدا صدر الولايا نور الهدايا انظر لنا محبوب الصدا محبوب الصدا സമ്പൂർണ്ണ വന്മജാലക പുലിമാ സൗരഭ്യ സ്നേഹ സൗഭഗ കുളിർമാ സമ്പൂർണ്ണ വന്മജാലക കുളിർമാ സൗരഭ്യ സ്നേഹ സൗഭഗ പുലിമാ വൈഡൂര ചന്തം മുന്തിടും വദന വൈഡൂര ചന്തം മുന്തിടും വദന ആദ്യോനാദരിച്ച അൽ അമീന അൽ അമീന സുദുറുൽ ഉലായ നൂറുൽ ഹുദായ انظر لنا محبوب صدا صدر الولايا نور الهدايا انظر لنا محبوب صدا محبوب صدا സമ്പൂർണ്ണ വന്മജാലക കുളിർമാ സൗരഭ്യ സ്നേഹ സൗഭഗ പുലിമാ അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും ബഹുമാനപ്പെട്ട സാധുമാരെ രക്ഷിതാക്കളെ വിദ്യാർത്ഥികളെ പൊന്നാര നബി തങ്ങളുടെ ജന്മദിനാഘോഷത്തിലല്ല നമ്മളെല്ലാവരും ഉള്ളത്. കൊറോണ ഇല്ലാത്ത കഴിഞ്ഞ വർഷം നമ്മൾ വളരെ വലിയ കൊറോണയെ പെട്ടെന്ന് എടുത്ത് കളയട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.
അസ്സലാമലൈക്കും. എൻ്റെ റസൂലിനെ കാണാൻ എന്തു രസം, എൻ്റെ ഹബീബിനെ കാണാൻ എന്തു ചന്തം. ആമിനാൻ്റെ പൂമോനെ, ബാപ്പ അബ്ദുല്ലാൻ്റെ തേൻമോനെ, മക്കളെല്ലാവർക്കും അൽ അമീനെ, മണ്ണിറമത്തിൻ ആലമീനെ, മുത്തോമ റസൂലെ, കൽബിൻ ശത്ത ത്വഹ റസൂലെ, മദിനാറോലെ മയങ്ങിടുന്ന മതി പോലെങ്കും പൂമുഖമേ, എന്നും കിനാവിൽ വരണേ, നബിയാൽ ചുണ്ടുകൊണ്ടൊരു മുത്തും തരണേ. ബഹുമാന്യരായ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിന ആഘോഷത്തിൽ ഈ വേളയിൽ ഞാനും ഒരു കൊച്ചു കഥ പറയാം. നബിതങ്ങളും സ്വഹാബികളും ഒരു സദസ്സിൽ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അതുവഴി ഒരു മനുഷ്യൻ്റെ മയ്യത്ത് കൊണ്ടുപോയി. ഇത് കേട്ട പ്രവാചകൻ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നിങ്ങൾ എന്തിനാണ് എഴുന്നേറ്റത്? അതൊരു ജൂത മനുഷ്യൻ്റെ മയ്യത്തല്ലേ? ഇത് കേട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ജൂതനാണെങ്കിലും അയാൾ ഒരു മനുഷ്യനല്ലേ? പ്രിയ കൂട്ടുകാരെ, മാനുഷിക മൂല്യങ്ങൾക്ക് ഏറ്റവും വലിയ വില നൽകുന്ന ആളായിരുന്നു നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചുകഥ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നബിദിന ആശംസകൾ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. മാസറബീഹിൻ സുദിനം അമ്പിളിമാനം പൂത്തല്ലോ, ഇന്നേ മെഹബൂബേ മുത്തു റസൂലു പിറന്നാളാണല്ലോ. പുത്തനുടുപ്പുമുടുത്തു കുരുന്നുകൾ ആനന്ദത്താലെ, ദഫിൻ താളത്തിനൊത്തു കുസുമ പൂക്ക വിരിഞ്ഞല്ലോ. മാസറബീഹിൻ സുദിനം അമ്പിളിമാനം പൂത്തല്ലോ, ഇന്നേ മെഹബൂബേ മുത്തു റസൂലു പിറന്നാളാണല്ലോ. ഹക്ക് പറഞ്ഞത് മുത്തു റസൂലിൻ ഒത്തിയെരിഞ്ഞൊരു കാലത്തെ, സത്യമതത്തിൻ വിത്ത് മുളക്കാൻ ചെയ്തൊരു പൂമുത്തേ. ഹക്ക് പറഞ്ഞത് മുത്തു റസൂലിൻ ഒത്തിയെരിഞ്ഞൊരു കാലത്തെ, സത്യമതത്തിൻ വിത്ത് മുളക്കാൻ ത്യാഗം ചെയ്തൊരു പൂമുത്തേ. നേർവഴിക്കായി മാതൃക ഇവരെ, നെഞ്ചിൽ സ്വർഗം പൂമലരെ, റബ്ബ് വാച്ചിയ സ്നേഹനിലാവേ, ഉപ്പിലയുകും തെളിനീരേ. യാ നബി യാ റസൂൽ യാ ഹബീബല്ലാഹ്, യാ നബി യാ റസൂൽ യാ ഹബീബല്ലാഹ്, യാ നബി അല്ലാഹ് മുത്തി യാ ഷഫീ അല്ലാഹ്, യാ നബി അല്ലാഹ് മുത്തി യാ ഷഫീ അല്ലാഹ്. മാസറബീഹിൻ സുദിനം അമ്പിളിമാനം പൂത്തല്ലോ, ഇന്ന് ഹബൂബേ മുത്തു റസൂലു പിറന്നാളാണല്ലോ. എരിപൊരികൊള്ളും മഹ്ശറയിൽ തണയില്ലാതാവും നേരത്തെ, ശഫാഅത്തിനു വെട്ടവുമായി മുന്നിരുന്നൊരു പൂമുത്തേ. എരിപൊരികൊള്ളും മഹ്ശറയിൽ തണയില്ലാതാവും നേരത്തെ, ശഫാഅത്തിനു വെട്ടവുമായി മുന്നി വരുന്നൊരു പൂമുത്തേ. മൗത്തി നേരം റബ്ബിതോടായിരുന്നതും എൻ്റെ ഉമ്മത്തെ, ഹർഷം ഉള്ള സുറൂറി മധുഹുകൾ പാദം സുദിനത്തെ. ആ നബി യാ റസൂൽ യാ ഹബീബല്ലാഹ്, യാ നബി യാ റസൂൽ യാ ഹബീബല്ലാഹ്, യാ നബി അല്ലാഹ് മുത്തി യാ ഷഫീ അല്ലാഹ്,
യാ നബിയല്ലാഹ് മുത്തി യാ ഷഫിയല്ലാഹ് മാസറബീഹിൻ സുദിനം അമ്പിളിമാനം പൂത്തല്ലോ ഇന്ന് മെഹബൂബേ മുത്ത് റസൂല് പിറന്നാളാണല്ലോ പുത്തനുടുപ്പുമൊടുത്തു കുരുന്നുകൾ ആനന്ദത്താലെ ദഫിൻ താളത്തിനൊത്തു കുസുമ പൂക്ക വിരിഞ്ഞല്ലോ മാസറബീഹിൻ സുദിനം അമ്പിളിമാനം പൂത്തല്ലോ ഇന്ന് മെഹബൂബേ മുത്ത് റസൂല് പിറന്നാളാണല്ലോ. അസ്സലാമു അലൈക്കും. എൻ്റെ നബി പുണ്യനബി മുത്തിനബി താഹനബി കാരുണ്യത്തിൽ പൂങ്കാവായി വന്നു പിറന്നു മക്കട്ടെ. എൻ്റെ നബി പുണ്യനബി മുത്തിനബി താഹനബി. അസ്സലാമു അലൈക്കും. മധുഹിൻ്റെ ഇരടിക്കാതിന് മധുരം നൽകും പോയി മഹമൂദിൻ നാമം പാരിന് മരതകമുത്തിൻ ചേലി. മധുഹിൻ്റെ ഇരടിക്കാതിന് മധുരം നൽകും പോയി മഹമൂദിൻ നാമം പാരിന് മരതകമുത്തിൻ ചേലി. മാന്ത്രികയാ മഹിത പ്രഭാവം മാനവരിൽ ശ്രേഷ്ഠ സ്വഭാവം മാന്ത്രികയാ മഹിത പ്രഭാവം മാനവരിൽ ശ്രേഷ്ഠ സ്വഭാവം മധുഹിൻ്റെ ഇരടിക്കാതിന് മധുരം നൽകും പോയി മഹമൂദിൻ നാമം പാരിന് മരതകമുത്തിൻ ചേലി. വരനേകിതരുൾ വരദാനം പരിപൂർണർക്കില്ല സമാനം വരനേകിതരുൾ വരദാനം പരിപൂർണർക്കില്ല സമാനം മധുഹിൻ സുഖസ്വർഗം പോകാൻ വൈകൾ സുബ്ഹാന്റെ റസൂലിൻ മൊഴികൾ സുഖസ്വർഗം പോകാൻ വൈകൾ സുബ്ഹാന്റെ റസൂലിൻ മൊഴികൾ അജബാൻ നാട്ടിൽ അജബിൻ വീട്ടിൽ അജബതി രാജ അഹദിൻ ത്വാഹ മധുഹിൻ്റെ ഇരടിക്കാതിന് മധുരം നൽകും പോയി മഹമൂദിൻ നാമം പാരിന് മരതകമുത്തിൻ ചേലി. ആ സുന്ദരവദനം കിരണം ആത്മീയതലെങ്കും സുവനം ആ സുന്ദരവദനം കിരണം ആത്മീയതലെങ്കും സുവനം മനമകളിൽ കുളിരല വീശി മധുഹിൻ്റെ സുഗന്ധം പൂശി മനമകളിൽ കുളിരല വീശി മധുഹിൻ്റെ സുഗന്ധം പൂശി അജബാൻ നാട്ടിൽ അജബിൻ വീട്ടിൽ അജബതി രാജ അഹദിൻ ത്വാഹ മധുഹിൻ്റെ ഇരടിക്കാതിന് മധുരം നൽകും പോയി മഹമൂദിൻ നാമം പാരിന് മരതകമുത്തിൻ ചേലി. അസ്സലാമു അലൈക്കും. നബിയേ എൻ്റെ മുത്ത് നബിയേ തണലേ മഹ്ശറയിൽ തണലേ നിർവഹിക്ക് താജരാം നബിയേ വർണ്ണിടാം സലാമുഖം ഷഫിയേ. നബിയേ എൻ്റെ മുത്ത് നബിയേ തണലേ മഹ്ശറയിൽ തണലേ നിർവഹിക്ക് താജരാം നബിയേ വർണ്ണിടാം സലാമുഖം ഷഫിയേ. അങ്ങ് വന്നില്ലെങ്കിൽ ലോകത്തിനൊരർത്ഥമില്ല അഖില സൃഷ്ടിജാലങ്ങൾ അതൊക്കെ കർത്തമല്ല അങ്ങ് ചൊല്ലി തന്ന വാക്കിനൊന്നും പകരമില്ല അച്ചരഫൽക്കൊത്ത സൃഷ്ടി മണ്ണിൽ വന്നിട്ടില്ല ഇവിടെ നൂറിൻ പ്രഭപൂരം ഇരുടെ ദീൻ ഇസ്ലാം സാരം എന്നും ഖുർആൻ പ്രകാശം എല്ലാം റബ്ബറുളിയ പാശം. നബിയേ എൻ്റെ മുത്ത് നബിയേ തണലേ മഹ്ശറയിൽ തണലേ നിർവഹിക്ക് താജരാം നബിയേ സലാമുഖം ഷഫിയേ. അസ്സലാമു അലൈക്കും.
السلام عليكم فيك يا حبيبي فيك تنظر يا حبيبي فيك يا حبيبي فيك تنظر يا حبيبي جعل الله فيك العجب فانظر نفسك يا حبيبي جعل لك العينين وبصر يوما فانظر يا حبيبي فانظروا يوما ليا فافتحوا عين الإيا فاعتبروا للألباب فيك يا حبيبي فيك تنظر يا حبيبي فيك يا حبيبي فيك تنظر يا حبيبي جعل الله فيك العجب فانظر نفسك يا حبيبي جعل لك العينين وبصر يوما فانظر يا حبيبي فانظروا يوما ليا فافتحوا عين الإيا فاعتبروا للألباب فيك يا حبيبي فيك تنظر يا حبيبي السلام عليكم മൗത്തണയുന്നൊരു മുമ്പേ പുണ്യമദീനത്തെ മെഹബൂബന്തി ഉറങ്ങും ആ സുന്ദര ദേശത്തെ മെഹബൂബെ അങ്ങോടുണ്ടേറെ മുഹബത്ത് മുല്ലപ്പൂ മണം വീശും നാട്ടിൽ എത്താൻ ആദ്യത്ത് മൗത്തണയുന്നൊരു മുമ്പേ പുണ്യമദീനത്തെ മെഹബൂബന്തി ഉറങ്ങും ആ സുന്ദര ദേശത്തെ മെഹബൂബെ അങ്ങോടുണ്ടേറെ മുഹബത്ത് മുല്ലപ്പൂ മണം വീശും നാട്ടിൽ എത്താൻ ആദ്യത്ത് ആലമിന്നഹദിൻ്റെ ഇഷ്ട ഹബീബ് തെളിഞ്ഞു ആമിന ബീബിയുടെ പൂമകനായി പിറന്നു ആരിലും സ്നേഹത്തിൽ നിറഗുണമായി നിറഞ്ഞു അൽ അമീൻ എന്നൊരു പേരിൽ മുത്ത് റസൂൽ വളർന്നു ആ ഹബീബിനായി ചൊല്ലാം സലാത്ത് ആ നിലാബിനായി അരുളാം സലാമ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് മൗത്തണയുന്നൊരു മുമ്പേ പുണ്യമദീനത്തെ മെഹബൂബന്തി ഉറങ്ങും ആ സുന്ദര ദേശത്തെ മെഹബൂബെ അങ്ങോടുണ്ടേറെ മുഹബത്ത് മുല്ലപ്പൂ മണം വീശും നാട്ടിലെത്താൻ ആദ്യത്ത് ആ മണൽ തീരത്ത് എത്തണമെൻ്റെ ഹബീബേ ആശകൾ പൂവണിയായി കനിയണമെൻ്റെ ഇലാഹേ ആഗ്രഹം നിറവേറ്റാൻ കഴിവുകൾ നൽകി റഹീമേ ഈ മനം തേങ്ങും മദീനത്തേക്ക് ആ വിധി എത്തണമെൻ്റെ കരുണാമായനെ യാ മന്നാൻ യാ ഹന്നാൻ ആ തീരം കനവിൽ കാട്ടല്ലാ യാ മന്നാൻ യാ ഹന്നാൻ ആ തീരം കനവിൽ കാട്ടല്ലാ മൗത്തണയുന്നൊരു മുമ്പേ പുണ്യമദീനത്തെ മെഹബൂബന്തി ഉറങ്ങും ആ സുന്ദര ദേശത്തെ മെഹബൂബെ അങ്ങോടുണ്ടേറെ മുഹബത്ത് മുല്ലപ്പൂ മണം വീശും നാട്ടിലെത്താൻ ആദ്യത്ത് അസ്സലാമു അലൈക്കും നബിയേ നബിയേ സല്ലല്ലാഹു അലൈഹി യാ അല്ലാഹ് മുത്തനബിയുടെ ജന്മദിനം സത്യ ഹബീബ് പൊൻഷുദിനം പാടുക പറയുക കുട്ടികളെ മുത്ത് ഹബീബിൻ മദ്ഹുകളെ അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും സ്നേഹമുള്ള കൂട്ടുകാരെ നാട്ടുകാരെ ഞാൻ ഇന്നൊരു കഥ പറയാം നല്ല രസമുള്ള കഥയാണ് ഒരിക്കൽ സൈനബ് എന്നൊരു സ്ത്രീ മുത്തുനബി തങ്ങൾക്ക് കുറച്ച് ആട്ടിറച്ചി കൊടുത്തയച്ചു സമ്മാനം കൊടുത്തതാണ് കേട്ടോ നബിയും സഹാബാക്കളും വളരെ സന്തോഷത്തോടെ അത് കഴിക്കാൻ ആരംഭിച്ചു പെട്ടെന്ന് നബി തങ്ങൾ ആരും ഭക്ഷിക്കരുത് എല്ലാവരും കൈകൾ ഉയർത്തുക ഇതിൽ വിഷം കലർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു എല്ലാവരും അത്ഭുതപ്പെട്ടു
നബി തങ്ങൾ ആ പെൺകുട്ടിയെ കൊണ്ടുവരാൻ പറഞ്ഞു. അവൾ വന്നപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, നീ ഇതിൽ വിഷം കലർത്തിയിട്ടുണ്ടോ? എന്തേ? അവൾ മറുപടി പറഞ്ഞു, നീ എന്തിനാണ് ഇതിൽ വിഷം കലർത്തിയത്? നബി തങ്ങൾ വീണ്ടും ചോദിച്ചു, താങ്കൾ യഥാർത്ഥ പ്രവാചകനാണെങ്കിൽ താങ്കൾ വിഷമുള്ളത് അറിയും. അതിനെ പരീക്ഷിക്കാനാണ് അവൾ കൂസലില്ലാതെ പറഞ്ഞു. ശരി, ഈ ഇറച്ചി കഷ്ണം എന്നോട് പറഞ്ഞു ഇതിൽ വിഷമുണ്ടെന്ന്, അതുകൊണ്ട് നീ പോയിക്കോ. നബി തങ്ങൾ അവൾക്ക് മാപ്പ് കൊടുത്ത് പറയാനായിട്ടു. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ എൻ്റെ കഥ ശ്രദ്ധിച്ചുവല്ലോ. അങ്ങനെ മുത്തുനബിയുടെ സ്വഭാവം എങ്ങനെയുണ്ട്? തങ്ങളെ കൊല്ലാൻ ശ്രമിച്ച ആളുകൾക്ക് അപ്പോൾ തന്നെ മാപ്പ് കൊടുത്തല്ലോ. നമ്മളും അത്തരത്തിലുള്ള സ്വഭാവക്കാരാവണം. ഇതോടുകൂടി എൻ്റെ കഥ അവസാനിച്ചു. അസ്സലാമു അലൈക്കും. പിരിശേരുന്നൊരു നബിയാണ്, പത്തലമാത്തൊലിച്ചേലാണ്, സുന്ദരവദനം പൂവാണ്, അഞ്ചിൽ പ്രഭയൊളി തെളിവാണ്, സ്വർഗത്തീര ജൗസുന്ദരനാണ്, സ്വർഗീയ റാണികൾ കാത്തിരിപ്പാണ്. നബിയേ നബിയേ നൂറേ ഓ താജേ. പിരിശേരുന്നൊരു നബിയാണ്, പത്തലമാത്തൊലിച്ചേലാണ്, സുന്ദരവദനം പൂവാണ്, അഞ്ചിൽ പ്രഭയൊളി തെളിവാണ്, സ്വർണ്ണക്കിരീടം ഇന്നാ റസൂലുള്ള, സുബ്ഹാന്റെ സുനത്തി താജാൽ ഹബീബുള്ള, സ്വർണ്ണക്കിരീടം നിന്നാ റസൂലുള്ള, സുബ്ഹാന്റെ സുനത്തി താജാൽ ഹബീബുള്ള. വർണ്ണങ്ങൾ നിറയുന്നു, വദനം തിളങ്ങുന്നു, സുവനം ചമയുന്നു, മധുവും ഉയരുന്നു. വർണ്ണങ്ങൾ നിറയുന്നു, വദനം തിളങ്ങുന്നു, സുവനം ചമയുന്നു, മധുവും ഉയരുന്നു. നബിയേ നബിയേ നൂറേ ഓ താജേ. പിരിശേരുന്നൊരു നബിയാണ്, പത്തലമാത്തൊലിച്ചേലാണ്, സുന്ദരവദനം പൂവാണ്, അഞ്ചിൽ പ്രഭയൊളി തെളിവാണ്, സ്വർണത്തിൽ കിളികൾ വായ്ത്തും ബിയൽ ആരും പുകയ്ത്തുന്ന പുന്നാരപ്പൂവല്ലേ, സ്വർണത്തിൽ കിളികൾ വായ്ത്തും നബിയല്ലേ, ആരും പുകയ്ത്തുന്ന പുന്നാരപ്പൂവല്ലേ, സ്വർഗത്തിൽ കല്യാണം ചേലൊത്തൊരു കല്യാണം, ആനന്ദം ആമോദം വിതറുന്നൊരു പുന്നാരം, സ്വർഗത്തിൽ കല്യാണം ചേലൊത്തൊരു കല്യാണം, ആനന്ദം ആമോദം വിതറുന്നൊരു പുന്നാരം. നബിയേ നബിയേ നൂറേ ഓ താജ്. പിരിശേരുന്നൊരു നബിയാണ്, പത്തലമാത്തൊലിച്ചേലാണ്, സുന്ദരവദനം പൂവാണ്, അഞ്ചിൽ പ്രഭയൊളി തെളിവാണ്. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, സഹപാഠികളെ, അസ്സലാമു അലൈക്കും. ആദരവ്, ബഹുമാനം എന്നിവ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. അവയെക്കുറിച്ച് രണ്ട് വാക്ക് പറയാനാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ എല്ലാ സുഖങ്ങളും അനുഭവിച്ച് കഴിഞ്ഞിരുന്ന ഒരാളായിരുന്നുവല്ലോ ഇബ്ലീസ്. അവനെ അള്ളാഹു പുറത്താക്കി. മനോഹരമായ ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ സമ്മതിച്ചു. അതായിരുന്നു കാരണം. മാത്രമല്ല അള്ളാഹുവിനെ ധിക്കരിക്കുകയും ചെയ്തു. ഇതിൽ വളരെയേറെ പാഠമുണ്ട് നമുക്ക്. അനുസരണ ഏറ്റവും ആവശ്യമാണെന്നും അതിന് കൂട്ടാക്കാത്തവൻ എത്ര ഉയർന്ന സ്ഥാനത്ത് നിന്നാലും അവൻ്റെ സ്ഥാനം നഷ്ടമാകുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, മുതിർന്നവർ തുടങ്ങി പലരോടും നാം മര്യാദ കാണിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഉന്നത സ്ഥാനത്ത് എത്തിപ്പെടാൻ കഴിയൂ. ഇത്രയും പറഞ്ഞ് എൻ്റെ പ്രസംഗം ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. സ്നേഹം നിറഞ്ഞ മീലാദ് നബി എന്ന ഈ വേളയിൽ സ്നേഹിക്കാൻ നമുക്ക് മുത്തുനബി എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഞാനും അല്പം സംസാരിക്കാം. നാഥൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ് മുത്തുനബിയെ പ്രണയിക്കൽ. അതില്ലാതെ ഒരാളും പൂർണ്ണ വിശ്വാസിയാവുകയില്ല. ഒരിക്കൽ നബി തങ്ങൾ പറഞ്ഞു, സ്വന്തം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും മറ്റെല്ലാത്തിനേക്കാളും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്ന വരെ ഒരാളും പൂർണ്ണ വിശ്വാസിയാവുകയില്ല. മറ്റൊരിക്കൽ ഉമർ തങ്ങൾ പറഞ്ഞു, നബിയെ, എൻ്റെ ശരീരശേഷം ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അങ്ങനെയാണ്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഉമറെ, നിങ്ങൾ ഈമാൻ പൂർണ്ണമായിട്ടില്ല. ഉടനെ എല്ലാത്തിനേക്കാളും അങ്ങനെയാണ് സ്നേഹിക്കുന്നത് എന്ന് ഉമർ തങ്ങൾ തിരുത്തി പറഞ്ഞപ്പോൾ പുന്നാരനബി പറഞ്ഞു, നിങ്ങളെ ഈമാൻ പൂർണ്ണമായി. നോക്കൂ, അവിടുത്തെ പ്രണയിക്കേണ്ട ആവശ്യകത അവിടുന്ന് നമ്മെ പഠിപ്പിച്ചേർന്നു. ആ സുന്ദര വചനത്തെ അനർഥമാക്കും വിധമാണ് സ്വഹാബത്ത് ജീവിച്ചത്. അത് എല്ലാത്തിനും ഉപരി നബി തങ്ങളെ സ്നേഹിച്ചു. നബിതങ്ങൾക്കെതിരെ തിരിഞ്ഞു എന്ന ഒറ്റ കാരണത്താൽ സ്വന്തം മാതാപിതാക്കളെ വധിക്കാൻ തയ്യാറാവുകയോ
മാത്രമല്ല അവർ മരണം മുന്നിൽ കണ്ട നിമിഷം മുത്തുനബിയെ അവഹേളിച്ച രക്ഷ ഉണ്ടെന്ന ശത്രുക്കളെ വാക്കേണ്ടി പുഞ്ചിരി തള്ളി സ്നേഹം ഊട്ടി ഉറപ്പിക്കുമായിരുന്നു. അവർ പോയാൽ അവിടുത്തെ കാലിൽ ചെറു മുള്ളു തറക്കുന്നത് ഞങ്ങൾക്ക് സഹിക്കുകയില്ല എന്ന് ചങ്കൂറ്റത്തോടെ വിളിച്ചു പറഞ്ഞു. മാത്രമല്ല മുത്തുനബി വഫാത്തായപ്പോൾ ഇനി അവിടുത്തെ കാണാത്ത കണ്ണെന്തിന് എന്ന് പറഞ്ഞ് 2 കണ്ണും കുത്തി പൊട്ടിച്ചു. സ്വഹാബാക്കളിൽ ഏറ്റവും പ്രമുഖരായ സ്വഹാബിയാണ് ഇബ്നു ഉമർ തങ്ങൾ. ഇബ്നു ഉമർ തങ്ങളെ അറിയപ്പെട്ട പേര് മുത്തബി ഉസ്സുന്ന എന്ന പേരിലായിരുന്നു. അത്രത്തോളം അവർ നബിയെ അനുകരിച്ചു. അവിടെ നടന്ന പോലെ, ഇരുന്ന പോലെ, കിടന്ന പോലെ, എങ്ങനെ എത്ര സ്നേഹത്തോളുകൾ. ഇനി താബികളിലേക്ക് വന്നാൽ ഉഹുദിൽ മുൻപല്ല് പൊട്ടിച്ച് ഹബീബിന് വിഷയം വന്നാൽ മുഴുവൻ പല്ലും കുത്തിപ്പൊട്ടിച്ച ഉവൈസുൽ ഖറനി തങ്ങളും, നബി നടന്ന ഭൂമിയിൽ ചെരുപ്പ് ധരിക്കാതെ, മൂത്രമൊഴിക്കാതെ, വാഹനത്തിൽ കയറാതെ സീമകളില്ലാത്ത സ്നേഹം നിലകൊള്ളുന്ന മാലിക് തങ്ങളെയും ചരിത്രത്തോളുകളിൽ മായാതെ മങ്ങാതെ നിലനിൽക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗത്തിന് വിരാമം കൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആരംഭപ്പൂവായ മുത്തുനബിയുടെ ഹൽറത്തിൽ ചെന്നെത്താൻ ഞങ്ങൾക്ക് തൗഫീക്ക് ഏകല്ലാ. വാഹല്ലിൽ ഖുബ്ബത്തിൽ ഖൽറായി ഖുബ്ബത്തി സയ്യിദിൽ കൗനൈനി അഫ്ളല ഖുറത്തൽ ഐനൈനി. വാഹല്ലി മൗലിദി ഖുറത്തൽ ഐനൈനി അഷ്റഫി ഖൽഖില്ലാ. അഹ്മദ് ത്വാഹ റസൂലില്ലാ. മൽജാവ മൻജാവ മുർതാഹൽ മുഷ്താഖി ഹിബ്ബ സഖലൈനി അജ്മല ഖൈറൽ ഫരീഖൈനി. ത്വാഹ وياسين وحاميم نبينا أنس الغريبين أبيل مولى صالحين. صلي وسلم عليه يا ربنا أزكى صلاة الله وما